ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുണം ഗുരും നമാമി. സകല ഗുരുക്കന്മാർക്കും നമസ്കാരം. സംഗമേശ്വരൻ നമസ്കാരം. നമ്മൾ എല്ലാ കൊല്ലവും സംഗമധർമ്മ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. എന്നാൽ കഴിഞ്ഞ കൊല്ലമാണ് സനാതനധർമ്മത്തെക്കുറിച്ചിട്ടുള്ള പ്രഭാഷണം നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ഇക്കൊല്ലവും നമുക്കത് കേൾക്കാൻ കുറച്ചും കൂടി ദിവസം കിട്ടിയതിനെ സ്വാമി കുംഭാഭിഷേകത്തിൽ പങ്കെടുത്തു. മാത്രമല്ല സകല ശങ്കരാചാര്യ മഠങ്ങളിലെയും സ്വാമിമാരൊരുമിച്ച് ഒരു യാത്ര ഉണ്ട്. അതിലും കൂടി പങ്കെടുത്ത് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ഈ 3 ദിവസം എന്ന് ആക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ നമുക്ക് 5 ദിവസം തന്നെ കിട്ടിയേനെ. ഏതായാലും നമുക്ക് സ്വാമി അനുഗ്രഹിച്ച് ഇവിടെ എത്തിച്ചേർന്ന് ഇങ്ങനെ ഒരു പ്രഭാഷണം കേൾക്കാൻ സാധിക്കുന്നതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട്. സ്വാമിയോട് അതിന് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. ഇനിയും വരും കൊല്ലങ്ങളിലും സ്വാമി അത് സാധിപ്പിച്ചു തരും എന്ന് പ്രാർത്ഥിക്കുന്നു. ആചാരങ്ങള്, നമ്മുടെ ശാസ്ത്രീയ ആചാരങ്ങളെ കുറിച്ചാണ് സ്വാമി സംസാരിക്കുന്നത്. സ്വാമിയുടെ പ്രഭാഷണത്തിനായി നമ്മളെല്ലാം കാതോർത്തിരിക്കുകയാണ്. സ്വാമിക്ക് നമസ്കാരം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീ ദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ശ്രീ സംഗമേശ്വര ഭഗവാന്റെ തൃപാദങ്ങളിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ ഇവിടെ വരുമ്പോൾ സനാതന ധർമ്മപരിചയം എന്ന വിഷയത്തെക്കുറിച്ചാണ് 2 ദിവസം പ്രഭാഷണം നടത്തിയത്. ചെമ്മണ്ട ശാരദാ ഗുരുകുലത്തില് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദർശനശാസ്ത്രങ്ങളുടെ ഒരു തുടർച്ചയായ
പഠനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിൽ വരാൻ കഴിയുമ്പോഴൊക്കെ ശാരദാ ഗുരുകുലത്തിലെത്തി ആ പഠന ക്ലാസ് തുടരാറുണ്ട്. അപ്പം അങ്ങനെ കഴിഞ്ഞ തവണ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഡോക്ടർ നന്ദകുമാർജിയുടെ പക്കൽ നിന്ന് ഒരു എന്താ പറയുക, ഒരു വിചാരമുണ്ടായി, ഇങ്ങനെ ഒരു സത്സംഗം വൈകുന്നേരം ഇവിടെ സംഘടിപ്പിക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇവിടുത്തെ ഈ സംഘാടകരുമായിട്ട് ബന്ധപ്പെടുകയും കഴിഞ്ഞ തവണ 2 പ്രാവശ്യം ഇവിടെ വരാൻ കഴിയുകയും ചെയ്തു. അപ്പം അത് അതിൻ്റെ തുടർച്ചയായി ഇപ്രാവശ്യം 3 ദിവസം ഇവിടെ ഉണ്ടാകും വൈകുന്നേരം ഈ സമയങ്ങളിൽ. വിഷയം നമുക്ക് ഏറെ പരിചിതമായ വിഷയം തന്നെയാണ്. എന്നാൽ അതിൻ്റെ ഒരു ശാസ്ത്രീയത, ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വിചാരം ചെയ്തത് സനാതന ധർമ്മത്തിൻ്റെ ഒരു പരിചയം, വേദത്തിൽ തുടങ്ങി നാം ഇന്ന് ആചരിക്കുന്നത് വരെയുള്ള ഒരു തുടർച്ച എങ്ങനെയാണ് എന്നതാണ് ചിന്തിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം ആ വിഷയത്തിൽ തന്നെ ഊന്നിക്കൊണ്ട് അതിനെ ഒന്ന് സ്മരിച്ചുകൊണ്ട് ശാസ്ത്രീയമായ ആചാരപരിചയം എന്ന ഒരു വിഷയമാണ്. ആചാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം എന്ന് തന്നെയാണ് അർത്ഥം. ജീവിതത്തില് നാം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ജീവിതം നയിക്കേണ്ട വിധത്തെയാണ് ആചാരം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം, നമ്മുടേതായ ജീവിതം നാം നമ്മുടെ ഇഷ്ടത്തിന് നയിക്കുമ്പോൾ അത് സമൂഹത്തിന് ഉപകാരമാകുന്ന രീതിയിലും അല്ലെങ്കിൽ സമൂഹത്തിന് ദോഷമുണ്ടാകാത്ത രീതിയിലും ഭാവി തലമുറയ്ക്ക് ഉപകരിക്കുന്ന രീതിയിലുമായിരിക്കുന്നതാണ് എന്നാണ് വൈദികമായ ജീവിതത്തിൻ്റെ ഒരു ശരിയായ കൺസെപ്റ്റ്, ആദർശം. നാം നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് സാധാരണമാണ്, എല്ലാവർക്കും അംഗീകരിക്കാവുന്നതാണ്, എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെയാണ് ചെയ്യേണ്ടതും, നമുക്ക് വേണ്ടിയാണ് നാം ജീവിക്കേണ്ടത്. എന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ഗുണമുണ്ടാകുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നാം രക്ഷിക്കുന്നത് പോലെ തന്നെ അത് സമൂഹത്തിനും ഉപകരിക്കുന്ന രീതിയിലായിരിക്കണം. മാത്രമല്ല ഭാവി തലമുറയ്ക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തി പോകാൻ സാധിക്കുന്ന തരത്തിലായിരിക്കണം എന്നുകൂടി ഉണ്ട്. കാരണം നാം ഇന്ന് സമൂഹത്തിൽ ജീവിച്ച ആ ജീവിതത്തിന്റെ ഒരു ശൈലി നിർമ്മിച്ചു വിടുമ്പോൾ നമുക്ക് ശേഷം വരുന്ന തലമുറയും ആ ശൈലിയെയായിരിക്കും പിന്തുടരുക. ഏറെക്കുറെ അതിനെ പിന്തുടരുകയും പിന്നെ ചില മാറ്റങ്ങളൊക്കെ, അതില് കാലികമായ മാറ്റങ്ങൾ, സാമൂഹികമായ മാറ്റങ്ങളൊക്കെ ചിലതൊക്കെ ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം, ആചാരം, നമ്മുടെ ജീവിതം ശരിയായി വരേണ്ടത്, ശാസ്ത്രീയമായി ഇരിക്കേണ്ടത് നമുക്ക് മാത്രമല്ല ഭാവി തലമുറയെ സംബന്ധിച്ചും ആവശ്യമാണ്.
എല്ലാ സമൂഹത്തിലും ആ സമൂഹത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രശ്നങ്ങളില്ലാത്ത ഒരു സമൂഹവുമില്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്ന ഒരു കാലവുമില്ല. പക്ഷേ ആ പ്രശ്നങ്ങളുടെ തത്കാല പരിഹാരവും അല്ലെങ്കിൽ ദീർഘകാല പരിഹാരവും ഒക്കെ ആ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നതിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പൊ പ്രശ്നങ്ങളെ നമ്മൾ താത്കാലികമായിട്ട് പരിഹരിച്ചു പോവുകയാണെങ്കിൽ അത് ഭാവി തലമുറയ്ക്ക് ഉതകുന്നതാകണമെന്നില്ല, താത്കാലിക പരിഹാരമായതുകൊണ്ട് തന്നെ. എന്നാൽ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുമ്പോൾ അത് ദീർഘകാല പരിഹാരമായി ചിന്തിക്കുകയാണെങ്കിൽ അത് ഭാവി തലമുറയ്ക്കും ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കാം. ഇങ്ങനെ ജീവിത ആചാരങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് അതിൽ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ ഒന്ന് വ്യവസ്ഥിതമാക്കിയാൽ മാത്രമേ, ഇപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ നാം ചെയ്യുമ്പോഴും ആ സമയത്ത് നമ്മുടെ ആ പ്രശ്നം പരിഹരിച്ചു പോകണം, മുന്നിലേക്ക് പോകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യവസ്ഥിതമായ ഒരു ചിട്ട ഉണ്ടെങ്കിൽ ആ ചിട്ടയ്ക്കനുസരിച്ച് അത് ചെയ്യാൻ കഴിഞ്ഞാൽ അത് സമൂഹത്തിൻ്റെ സാമൂഹികവും അതുപോലെ മാനസികവും ശാരീരികവുമായ ഉന്നതിക്ക്, അതോടൊപ്പം തന്നെ ആധ്യാത്മികവും ആയ ഉന്നതിക്ക് സഹായിക്കും എന്നതുണ്ട്. അതാണ് ശരിക്ക് സനാതന ധർമ്മ ശാസ്ത്രങ്ങളുടെ ജീവിതാചാര പദ്ധതി, ജീവിതാചാര രീതി എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സനാതനധർമ്മം ജീവിതത്തെയും ശാസ്ത്രത്തെയും അല്ലെങ്കിൽ ആധ്യാത്മികതയും ജ്ഞാനത്തെയും ഭൗതിക ജ്ഞാനത്തെയും ഒന്നും വേറെ വേറെ ആയിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ ഭൗതിക ജ്ഞാനം അല്ലെങ്കിൽ സയൻസ് എന്നൊക്കെയുള്ള രീതിയിൽ നാം മനസ്സിലാക്കുന്നത് വേറൊരു ജ്ഞാനമാണ്. ആധ്യാത്മികമായ ജ്ഞാനം ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും വേദവും വേദാന്തവും ഒക്കെ പഠിച്ചും കേട്ടും ഒക്കെ മനസ്സിലാക്കുന്ന ജ്ഞാനം അത് വേറെയാണ്. അതിൻ്റെ പ്രയോഗം മറ്റൊന്നാണ്. ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്നതായിട്ടുള്ള ജ്ഞാനം, അതായത് ഏതൊരു ജ്ഞാനം പ്രാപിച്ചാൽ നമുക്ക് ജോലി കിട്ടുമോ, പൈസ സമ്പാദിക്കാൻ കഴിയുമോ, സമൂഹത്തിൽ നന്നായിട്ട് ജീവിക്കാൻ കഴിയുമോ എന്നുള്ള രീതിയിലുള്ള ജ്ഞാനം, അത് വേറെ എന്നാണ്. അത് പ്രൊഫഷണൽ ലൈഫ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഇങ്ങനെ ലൈഫിന്റെ പല ഭാഗമായി നമ്മൾ വെച്ചിരിക്കുകയാണ്, പലതായിട്ട് അങ്ങനെ മാറ്റി. ഇതില് ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ, ഇങ്ങനെ പലതായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിന്റെ തുടക്കം മുതൽ, അതായത് നമ്മള് പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് സമൂഹത്തിലേക്ക് ഇറങ്ങി ജീവിതം തുടങ്ങുന്നത് മുതൽ ജീവിതത്തിന്റെ അവസാനം വരെ ഈ ലൈഫിന്റെ പല പാറ്റേൺസ്, പല അഭ്യാസങ്ങളുടെ ഇടയ്ക്ക് ഒരു സംഘർഷമായിട്ടുള്ള ജീവിതമാണ് നാം നയിക്കുക. കാരണം അവിടെ അത് പറയുന്നു, ഇവിടെ ഇത് പറയുന്നു, അവിടെ അങ്ങനെ ചെയ്യണം, ഇവിടെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വരുന്നൊരവസ്ഥയില്ല. ഒന്നും ശരിക്ക് ചെയ്യാൻ കഴിയാതെ പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിനിടയ്ക്ക്, ഈ 3-4 ചിട്ടവട്ടങ്ങൾക്ക് ഇടയ്ക്ക് ഒരു ലൈഫ് നമ്മൾ മെനഞ്ഞെടുത്ത് ജീവിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല ലക്ഷ്യങ്ങളും നമുക്ക് സാധിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ
അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സമൂഹത്തിന് കൊടുക്കേണ്ട കാര്യങ്ങൾ, അതൊന്നും വേണ്ട രീതിയിൽ സാധിക്കുന്നില്ല എന്ന് വരുന്നുണ്ട്. അവിടെയാണ് സനാതനധർമ്മത്തിന്റെ നമ്മുടെ ഇപ്പോഴത്തെ ഈ വിഷയം ശാസ്ത്രീയമായ ജീവിത ആചാരങ്ങളുടെ ഒരു വിഷയം. ശാസ്ത്രീയമായ ജീവിത ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഇതിനെല്ലാം ഒരുമിച്ച് ഉൾക്കൊള്ളുന്നു എന്നാണ്. ബൗദ്ധികമായിട്ട് അറിവിന്റെ തലത്തിൽ അങ്ങനെ ഒരു ഭേദം സൃഷ്ടിക്കുന്നില്ല. എന്തിനെയാണോ നാം, എന്താണോ നാം അറിയുന്നത് അത് തന്നെ നാം ജീവിക്കുന്നു. ആ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് ലഭിക്കേണ്ടത് ലഭിക്കുന്നു. ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ചുറ്റുപാടുകൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നു. ഈ ഒരു വ്യവസ്ഥയിലാണ് ഈ ശാസ്ത്രീയമായ ആചാരത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത്. അപ്പൊ അതിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പേ എന്തിനാണ് നമ്മൾ അങ്ങനെ ജീവിക്കണം, എന്തിനങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ഇവിടെ മുഖ്യമായിട്ടുള്ള വിഷയം. എന്തും ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ആ സമയത്ത് നാം സ്വീകരിക്കേണ്ടത് ഈ ജീവിതം കൊണ്ട് എനിക്ക് എന്ത് സാധിക്കും എന്നുള്ളതാണ്. ജീവിതം കൊണ്ട് സാധിക്കേണ്ട ഫലം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം. അപ്പൊ ചിന്തിക്കുക, എന്താണ് നാം ജീവിതം കൊണ്ട് സാധിക്കാൻ ആഗ്രഹിക്കുന്നത്? വാസ്തവത്തിൽ എന്തിനാണ് നാം ജീവിക്കുന്നത്? നമുക്ക് തോന്നാം, ജനിച്ചുപോയി, ശരീരം കിട്ടിപ്പോയി, ഇനി എങ്ങനെയെങ്കിലും ജീവിച്ചേ മതിയാവും. അപ്പൊ എന്താണോ സാഹചര്യം മുന്നിൽ വരുന്നത് അത് നമ്മളാൽ സാധിക്കുന്ന മാതിരി അതിനെ സ്വീകരിച്ച് ജീവിക്കുക. അതിൽ നിന്ന് എന്തുണ്ടാവുന്നു അതിനെ തന്നെ സുഖമായിട്ട് കരുതുക. എന്താ പറയാറില്ല, നമ്മൾ പെട്ടുപോയി, ഇനിയിപ്പോ പെട്ടുപോയി അതിനെ അംഗീകരിക്കുക, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. വാസ്തവത്തിൽ അങ്ങനെയാണോ ജീവിക്കേണ്ടത്? അതാണോ ജീവിതം? നമ്മൾ പെട്ടുപോയി എന്ന് കരുതുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ചിന്താഗതിയുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ രസം മുഴുവൻ ഇല്ലാതാക്കുന്നത്. കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള അവസരത്തെ നാം ഏറ്റവും നല്ല അവസരമായി കണക്കാക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ പെട്ടുപോയി എന്ന് പറയാ. എപ്പോഴാണോ നമുക്ക് കിട്ടിയ അവസരത്തെ സുവർണ അവസരമായി, ഏറ്റവും നല്ല അവസരമായി നമുക്ക് കാണാൻ കഴിയുന്നത്, അപ്പോഴാണ് ശരിക്ക് നാം ജീവിക്കാൻ തുടങ്ങുക. നമ്മള് ജനിച്ച വളർന്ന സാഹചര്യം, പരിസ്ഥിതികള്, അതൊക്കെ നമ്മുടെ ഏതോ പൂർവകൃത കർമ്മം കൊണ്ട് അങ്ങനെ സംഭവിച്ചു. പക്ഷേ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അതിന്റെ പരമമായ ഫലം, അതിനെ ഒരു നല്ല അവസരമായി പ്രയോജനപ്പെടുത്തി അതിന്റെ പരമമായ ഫലത്തെ പ്രാപിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ്, അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്കത് നല്ല അവസരമായി തോന്നുന്നതും ആ ജീവിതത്തിലെ മുഖ്യമായ ലക്ഷ്യത്തെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ എത്ര തന്നെ സൗകര്യം ഉണ്ടായാലും, എന്തൊക്കെ വ്യവസ്ഥ ഉണ്ടായാലും അതൊന്നും നമ്മെ സംബന്ധിച്ച് പൂർണ്ണമല്ലാത്തതായിരിക്കും. അതൃപ്തിയിലായിരിക്കുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് അവസരമല്ല, വേറൊരു അവസരത്തെ നാം കാത്തിരിക്കും. ജീവിതം മുഴുവൻ അങ്ങനെ അവസരം കാത്ത് കടന്നു പോകും. അവസരവും, നമ്മൾ ഉദ്ദേശിക്കുന്ന അവസരവും ലഭ്യമായെന്ന് വരില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലവും ലഭ്യമായെന്ന് വരില്ല. ഇത് ജീവിതത്തിന്റെ ഒരു രീതിയിലുള്ള
നാശമാണ്, തകർച്ചയാണ്. അതിലാണ് നമ്മൾ അതൃപ്തരായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഭാവി തലമുറയെക്കുറിച്ച് ചിന്തിക്കാനോ സമൂഹത്തിന്റെ സുഖദുഃഖങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാം എന്ന് ചിന്തിക്കാനോ ഒന്നും സാധിക്കില്ല. കാരണം എന്താണ്? ഇവിടെ സ്വയം തന്നെ അതൃപ്തമാണ്. സ്വന്തം വ്യവസ്ഥ തന്നെ ചെയ്യാതെ മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴാ ചിന്തിക്കുക? ദാനധർമ്മങ്ങളെ കുറിച്ചും നല്ല കാര്യങ്ങളെ കുറിച്ചൊക്കെ എപ്പോഴാ ചിന്തിക്കുക? എപ്പോ നമ്മുടെ വ്യവസ്ഥ എല്ലാം ശരിയായി കഴിഞ്ഞ് കുറച്ച് അധികമുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ഒരു സമയത്താണ് അതൊക്കെ ദാനം ചെയ്യണമെന്ന് തോന്നുന്നത്. കിട്ടുന്നതൊക്കെ മതിയാവാത്തൊരവസ്ഥയിൽ ഒരാൾക്കും ദാനം ചെയ്യണമെന്ന് തോന്നില്ല. പിന്നെ ഭാവി തലമുറ എന്താകും അതിനെക്കുറിച്ച് ചിന്തിക്കാനും സാധിക്കില്ല. കാരണം ഭാവി തലമുറ എന്തായാലും അവർ നോക്കിക്കോട്ടെ എന്ന രീതിയിൽ ഇപ്പൊ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയുന്നില്ല. ഇനിയിപ്പോ ഭാവി തലമുറ എന്താ നോക്കേണ്ടത്? സമൂഹം എന്തായാലും എന്താണ്? എന്റെ കാര്യം തന്നെ എനിക്ക് ശരിയാക്കാൻ കഴിയുന്നില്ല, ആ നിലയ്ക്ക് ഞാൻ സമൂഹത്തിന് എന്ത് സഹായിക്കും? ഇങ്ങനെയുള്ള വിചാരങ്ങളായിരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു സമൂഹം, ഇങ്ങനെ വിചാരത്തിലൂടെ ജീവിക്കുന്ന ഒരു സമൂഹം ഒരിക്കലും ഉന്നതിയെ പ്രാപിക്കില്ല. അത് നമുക്കറിയാം. കാരണം സൈക്കോളജിക്കലി, മാനസികമായി അവർ തകർന്നു ജീവിക്കുന്നവരാണ്. ഇതാണ് ശാസ്ത്രീയമായ ജീവിത ചിട്ട. ഈ ശാസ്ത്രീയമായ ജീവിതചര്യ എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത് കാലാകാലങ്ങളായി, അല്ലെങ്കിൽ വേദത്തിന്റെ തലത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാദികാലമായിട്ട് ഋഷികള് ആർഷ പരമ്പരയില് അവരുടെ ജീവിതം സമൂഹത്തിൽ നമ്മളെ പോലെ തന്നെ ജീവിച്ച്, കാരണം വേദത്തിലുള്ള ഋഷികളുടെ ഒക്കെ ജീവിതം നോക്കിയാൽ വേദത്തിലെ ഋഷികളെല്ലാം ഗൃഹസ്ഥരായി, വലിയ വലിയ ഗൃഹസ്ഥർ, മഹാശാലാഹ, ശ്രോത്രിയാഹ മഹാശാലാഹ എന്നൊക്കെയാ പറയാ. മഹാഗൃഹസ്ഥാഹ, വലിയ ഗൃഹസ്ഥാശ്രമമുള്ളവർ. അവരുടെ കുടുംബവും അതുപോലെ തന്നെ സമൂഹത്തിലെ മറ്റ് വിദ്യാർത്ഥികളൊക്കെ അവരവിടെ പഠിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കണം. ഏതായാലും അവരെല്ലാവരും ഗൃഹസ്ഥരായിരുന്നു. അപ്പൊ അവരുടെ ജീവിതം നമ്മളെ പോലെ തന്നെ ജീവിച്ചിരിക്കണം. ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് പോലെ തന്നെ ഇപ്പോഴത്തെ ഈ സൗകര്യങ്ങളും അന്നത്തെ സൗകര്യങ്ങളുടെ രീതിയിൽ മറ്റും വേറെ വ്യത്യാസം ഉണ്ടായിരിക്കാം. അതൊക്കെ ഉണ്ടാവുമെങ്കിലും ജീവിതം എന്ന രീതിയിൽ അവരും നമ്മളെ പോലെ തന്നെ ജീവിച്ചവരാണ്. ആ ജീവിതം ജീവിച്ചതിന് ശേഷം ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹികവും വരും തലമുറയ്ക്ക് കൊടുക്കേണ്ടതും നമ്മുടെ ജീവിതം കൊണ്ട് എല്ലാവർക്കും ഉപകാരമാകേണ്ടതുമായിട്ടുള്ള ഒരു ചിന്താഗതിയെ മുന്നിൽ വെച്ചുകൊണ്ട് അവരുടെ അനുഭവത്തിൽ വന്ന കാര്യങ്ങളെ അവര് ഇന്നതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന ഒരു ഹിതോപദേശം എന്ന രീതിയിൽ പറഞ്ഞു വെച്ചു. അതിനെയാണ് നമ്മൾ ഈ ജീവിത ആചാരങ്ങൾ എന്നൊക്കെ പറയുന്നത്. കുലാചാരങ്ങള് എന്നൊക്കെ പറയുന്നത് ഈ തരത്തിൽ ഇങ്ങനെ വന്ന് ചേർന്നതാണ്. അതിൽ ചിലപ്പോ കാലികമായിട്ട് ചില വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. കാരണം അന്നത്തെ കാലത്തുള്ള സൗകര്യങ്ങളും അതനുസരിച്ച് അവർ പറഞ്ഞത്, അതിന്റെ തത്വം ശരിയാണെങ്കിലും പ്രാക്ടിക്കലായിട്ട് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തേണ്ടി വരും. അത് നമ്മൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം ശാസ്ത്രങ്ങൾ തന്നെ നമുക്ക് തരുന്നുണ്ട്. അതിനെയാണ് ആചാര്യന്മാർ അതിന് വേണ്ട വ്യവസ്ഥ, തത്കാലങ്ങളിൽ ചെയ്യേണ്ട വ്യവസ്ഥ അതത് കാലങ്ങളിൽ ചെയ്ത് മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതെല്ലാം ചെയ്താൽ എന്താണ് നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ ജീവിതത്തില് പുരുഷാർത്ഥങ്ങളെയാണ് പ്രാപിക്കാൻ കഴിയുന്നത്. ഈ പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ, നമ്മുടെ ജീവിതം കൊണ്ടും ധനം കൊണ്ടും പൗത്രാദികളെ കൊണ്ടും ആധ്യാത്മികതയെ കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും സാമൂഹ്യ ജീവിതം കൊണ്ടും ഒക്കെ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനെയാണ് ഈ പുരുഷാർത്ഥങ്ങൾ എന്നൊരു വാക്കിൽ പറയുന്നത്. അതിന് 4 പ്രകാരത്തിലുള്ള പുരുഷാർത്ഥങ്ങളുണ്ട്. 4 പ്രകാരത്തിലുള്ള പുരുഷാർത്ഥങ്ങളിൽ ധർമ്മം ആദ്യത്തേത്. ഈ 4 പ്രകാരത്തിലുള്ള പുരുഷാർത്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജീവിത വ്യവസ്ഥ ഉണ്ടാക്കിയത് എന്ന് പറയാനാണ് ധർമ്മം ആദ്യത്തേതായിട്ട് വച്ചിരിക്കുന്നത്. ധർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതെന്ത്, ചെയ്യാൻ പാടില്ലാത്തതെന്ത്,
ഹിതാഹിത ജ്ഞാനം, ശരി തെറ്റുകളുടെ ജ്ഞാനം. ഇന്ന് നമുക്ക് അതിനെ വിദ്യാഭ്യാസം എന്ന് പറയാം. വിദ്യാഭ്യാസത്തിൽ നമ്മൾ അതൊക്കെ കുറച്ച് പഠിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നു, കുറച്ചുകൂടെ ഒരു വിശാലമായ വീക്ഷണം ഈ ധർമ്മജ്ഞാനത്തിന് ഉണ്ടായിരുന്നു. അതാണ് നമ്മളിവിടെ അറിയേണ്ട വിഷയം. നമ്മുടെ ഇന്ന് കിട്ടുന്ന വിദ്യാഭ്യാസത്തിൽ നിന്ന് കൂടുതലായിട്ടുള്ളത്, ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് ധനസമ്പാദ്യമാണ്. എന്തിനാണ് വിദ്യാഭ്യാസം എന്ന് ചോദിച്ചാൽ, ആ വിദ്യാഭ്യാസം കിട്ടിയതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യാൻ സാധിക്കുക, ആ ജോലി നിന്ന് ധനം സമ്പാദിക്കുക, ജീവിതം സുരക്ഷിതമാക്കുക, സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയില്ല. സ്വന്തം കാലിൽ നിൽക്കാനുള്ള വ്യവസ്ഥയാണ് നമ്മൾ പഠിക്കുന്നത് മുഴുവൻ. അത് എവിടെ വരെയാണ് സ്വന്തം കാലിൽ നിൽക്കേണ്ടത്? ഈ ജന്മത്ത്, അതായത് ഈ ഭൂലോകത്ത് സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു വ്യവസ്ഥ. എന്നുവെച്ചാൽ ഭൂലോകത്ത് മാത്രം നമുക്ക് നിന്നാൽ മതി എന്നുള്ള ആദ്യത്തെ അങ്ങനെ ഒരു വിചാരമുണ്ട്. ഈ ഭൂലോകത്ത് തന്നെയാണ് എല്ലാം ഉള്ളത്, അതിനപ്പുറത്തൊന്നുമില്ല. അങ്ങനെയാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. അപ്പോ വിദ്യാഭ്യാസം എന്നുള്ള ധർമ്മം എന്ന അർത്ഥത്തിലായി അത് നമുക്ക് വേണം. വിദ്യാഭ്യാസം ഇല്ലാതെ ഒന്നും സാധിക്കാൻ കഴിയില്ല. ഒരു കാലത്തും വിദ്യാഭ്യാസത്തിന് നിന്ദിച്ചിട്ടില്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അത് സനാതന ധർമ്മത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്. വിദ്യയാണ് എല്ലാ ധനങ്ങളിലും മുഖ്യമായിട്ടുള്ള ധനമായിട്ട് പറയുന്നത്. വിദ്യാധനം സർവധനാത് പ്രധാനം എന്നൊക്കെ ചൊല്ലുണ്ട്. വിദ്യയാ വിന്ദതേ അമൃതം. അപ്പൊ വിദ്യയെ, ജ്ഞാനത്തെ ഏറ്റവും ഉത്തമമായി കണക്കാക്കി. ആ വിദ്യയുടെ പല തലങ്ങളുണ്ട്. അപ്പൊ വൈദിക കാലത്ത് ആരാധ്യരായിരുന്നവര്, പൂജ്യരായിരുന്നവരെല്ലാം വിദ്യാസമ്പന്നരായിരുന്നു. അതായത് വൈദിക കാലം, നമ്മൾ ആ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ, ഈ ധർമ്മജ്ഞാനത്തിന്റെ ഒരു ക്രമം നോക്കുകയാണെങ്കിൽ, ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് മനുഷ്യ മനസ്സ് മാറി മാറി പോയത്, അതനുസരിച്ച് എങ്ങനെയാണ് ചിട്ടകൾ മാറിയത്, ജീവിതത്തിന്റെ എന്താ പറയുക, മുഖ്യമായ ഉദ്ദേശം മാറി മാറി പോയതെന്ന്. അന്നത്തെ കാലത്ത് വിദ്യക്കായിരുന്നു പ്രാധാന്യം. അപ്പൊ അതുകൊണ്ട് തപസ് കൊണ്ടും മറ്റ് ഉപായങ്ങളൊക്കെ, ജപതപാദികളൊക്കെ ചെയ്ത് അധികാധികം വിദ്യ പ്രാപ്തമായ അയാള് പൂജ്യനാകും. ഇത് ധർമ്മജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ധർമ്മജ്ഞാനത്തിന്റെ ഒരു മുഖ്യമായ ഘടകമാണ് വിദ്യാപ്രാപ്തി എന്ന് പറയുന്നത്. അത് തന്നെയാണ് ധർമ്മജ്ഞാനം. അപ്പൊ അതിന് ഗുരുകുലത്തിൽ പോയിട്ട് വേദാഭ്യാസം ചെയ്യുന്നു, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് പഠിക്കാൻ പറ്റുന്ന സ്മൃതികള്, വേദാംഗങ്ങളൊക്കെ അഭ്യസിക്കുന്നു, വിദ്യ പ്രാപിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ആ വിദ്യാപ്രാപ്തിയില് ബ്രഹ്മർഷി പദം വരെയുള്ള പദം ഉണ്ടായിരുന്നു. ബ്രഹ്മർഷി പദം എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനമായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നിപ്പോ നമ്മൾ ഡോക്ടറേറ്റ് എന്നൊക്കെ പറയുന്നതിനേക്കാളും എത്രയോ വലിയൊരു സ്ഥാനം എന്ന് കരുതുക. ബ്രഹ്മർഷി പദം എല്ലാവർക്കും അങ്ങനെ ബ്രഹ്മർഷി പദമൊന്നും കിട്ടില്ല. അപ്പൊ അവിടെ നമ്മൾ കാണുന്നത് വിശ്വാമിത്ര ഋഷി, ഒരു ഉദാഹരണം പറയുകയാണ്. വിശ്വാമിത്ര ഋഷി ക്ഷത്രിയനായ ഒരു രാജാവായിരുന്നു. പക്ഷെ അദ്ദേഹം അതികഠിനമായ തപസ് ചെയ്ത്, ഗായത്രി പുരസ്ചരണാദികളൊക്കെ ചെയ്ത്, അനേകം വർഷങ്ങൾ തപസ് ചെയ്ത് ബ്രഹ്മർഷി പദം പ്രാപിക്കാനുള്ള ശ്രമം നടത്തി. ആലോചിക്കേണ്ടത്, മോക്ഷം പ്രാപിക്കാനല്ല അദ്ദേഹം ശ്രമിച്ചത്, ബ്രഹ്മർഷി പദം പ്രാപിക്കണം എന്നർത്ഥം. ബ്രഹ്മർഷി പദത്തിന്റെ അർത്ഥം, ബ്രഹ്മർഷി എന്നുള്ള പദത്തിന്റെ അർത്ഥം, ബ്രഹ്മശബ്ദം അവിടെ ബ്രാഹ്മണരിൽ ഋഷിയായവരെന്നുള്ള അർത്ഥത്തിലാണ്. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ അറിയുന്നവർ, ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയുന്നവർ. അങ്ങനെ നന്നായിട്ട് അറിയുന്നവരുടെ ഋഷിത്വ പദമാണ് അത് ബ്രഹ്മർഷി പദം. അപ്പൊ വിശ്വാമിത്രൻ ആരാണ്? ക്ഷത്രിയനായിരുന്നു. അപ്പൊ ക്ഷത്രിയർക്ക് ശരിക്കും അന്ന് വേണ്ടിയിരുന്നത് എന്തായിരുന്നു? കൂടുതൽ രാജ്യം കൈയടക്കുക, യുദ്ധം ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യേണ്ടിയിരുന്നത്. ക്ഷത്രിയരുടെ ധർമ്മം അനുസരിച്ച് അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ അക്കാലത്ത്, വൈദിക കാലത്ത് അതിനത്ര മഹാത്മ്യം ഉണ്ടായിരുന്നില്ല.
എന്തിനാണ് മഹാത്മ്യമായി ഉണ്ടായിരുന്നത്? ഏറ്റവും വലിയ അന്നത്തെ പദമായിരുന്നത് ബ്രഹ്മർഷി പദമായിരുന്നു. അപ്പോ അതിന് പല കഥകളൊക്കെ ഉണ്ട്. അതിന്റെ കൂടെ വിശദമായ കഥയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മുടെ ലക്ഷ്യം ആ ബ്രഹ്മർഷി പദം പ്രാപിക്കാൻ വേണ്ടി ആജീവനം തപസ്സു ചെയ്തു വിശ്വാമിത്രൻ. അവസാനം ഈ ബ്രഹ്മർഷി പദം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സിഗ്നേച്ചർ വേണമായിരുന്നു. എന്താ പറയാ, നമ്മൾ ഈ ഫയലെല്ലാം തയ്യാറായാൽ ഒരു അവസാനം ഒരു സിഗ്നേച്ചർ വേണമല്ലോ. അതിന്റെ ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ദ ഹയസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത് വസിഷ്ഠ മഹർഷിയായിരുന്നു. അപ്പൊ വസിഷ്ഠ മഹർഷി ഇദ്ദേഹത്തിനെ ബ്രഹ്മർഷിയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബ്രഹ്മർഷിയാവും. അങ്ങനെയാണ് അന്നത്തെ ഒരു വ്യവസ്ഥ. അദ്ദേഹത്തിന് വസിഷ്ഠ മഹർഷിക്ക് അത്രയും ഒരു സീനിയോറിറ്റി ഉണ്ടായിരുന്നു എന്ന് കരുതുക. അപ്പോ വിശ്വാമിത്രൻ തപസ്സൊക്കെ അനുഷ്ഠിച്ച് ഓരോ തവണ പല പല രീതിയിലുള്ള തപസ്സൊക്കെ അനുഷ്ഠിച്ച് പലവട്ടം ശ്രമിച്ചു. പക്ഷെ വസിഷ്ഠ മഹർഷി ഇദ്ദേഹത്തിന് സിഗ്നേച്ചർ ചെയ്ത് കൊടുത്തില്ല. അതായത് കൽപ്പിച്ചില്ല, പ്രാമാണികമാക്കിയില്ല, അത് സമ്മതിച്ചില്ല. അദ്ദേഹം ബ്രഹ്മർഷിയാണെന്നുള്ള രീതിയിൽ അദ്ദേഹം ഘോഷണ ചെയ്തില്ല. അപ്പോ അദ്ദേഹത്തിന് പതുക്കെ പതുക്കെ വിരോധം ഉണ്ടാവാൻ തുടങ്ങി. ഇദ്ദേഹം എന്താണ് അങ്ങനെ ചെയ്യാത്തത് എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെയൊക്കെ കഥകളുണ്ട്. അപ്പോ പല സമയത്തും അവർ തമ്മിൽ പല സംഘർഷങ്ങൾ ഉണ്ടായി എന്നാണ്. പക്ഷെ ഒരു വേളയില വസിഷ്ഠ മഹർഷി അത് അരുന്ധതിയോട് തുറന്നു പറയുന്നുണ്ട്. അരുന്ധതിയും വസിഷ്ഠയുടെ സംവാദത്തില്. അപ്പൊ അവിടെ അരുന്ധതി ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങ് വിശ്വാമിത്രൻ ഇത്രയും തപസ്സു ചെയ്തിട്ടും അങ്ങ് അദ്ദേഹത്തിന് ബ്രഹ്മർഷി പദം കൊടുക്കാത്തത്? അപ്പൊ ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ പറയും അതവിടെ ജാതിവാദമാണ്, എന്താണ് ജാതി വേറെ ആയതുകൊണ്ടാണെന്നൊക്കെ പറയും. അപ്പൊ അതിനുള്ള അവിടെ ശ്രദ്ധിക്കേണ്ട ആ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ ജാതിവാദത്തെ കുറിച്ച് ഒന്നും ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ വസിഷ്ഠൻ പറയുകയാണ്, എനിക്ക് വിശ്വാമിത്രനെ വളരെ ഇഷ്ടമാണ്, അദ്ദേഹം മഹാ തപസ്വിയാണ്. ഇന്നിപ്പോ ലോകത്ത് അത്രത്തോളം തപസ് ചെയ്യുന്ന ആരും തന്നെ ഇല്ല. അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഞാനത് സമ്മതിക്കുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ചെറിയൊരു അഹങ്കാരം അവശേഷിക്കുന്നു. ആ ക്ഷത്രിയന്റെ ഒരു എന്താ പറയാ സ്പർദ്ധാത്മകമായിട്ടുള്ള ഒരു അഹങ്കാരം, എനിക്ക് എന്തും സാധിക്കാം, ഞാൻ എന്തും ചെയ്യും, ഞാൻ പിടിച്ചടക്കും എന്നൊക്കെ ഉള്ള ഒരു അഹങ്കാരം ഉണ്ടല്ലോ, ക്ഷത്രിയന്റെ ഒരു അഹങ്കാരം. ആ രീതിയിലുള്ള ഒരു അഹങ്കാര ഭാവം വിശ്വാമിത്രനിലുണ്ട്. അതെപ്പോ സമാപിക്കുന്നുവോ അന്ന് അദ്ദേഹത്തിന് ബ്രഹ്മർഷി പദം കൊടുക്കാം. അതുവരെ അത് കൊടുത്താൽ ശരിയാവില്ല, കാരണം അദ്ദേഹം അതിന് പാസ്സാകില്ല. അങ്ങനെ പറഞ്ഞു. ഇക്കാര്യം വിശ്വാമിത്രൻ അറിയുകയും അദ്ദേഹത്തിന് അത് വളരെ എന്താ പറയാ ആദരവോടുകൂടി അദ്ദേഹം അത് സ്വീകരിക്കുകയും, അതുവരെ അദ്ദേഹം വിചാരിച്ചിരുന്നത് വിശ്വാമിത്രന് ബ്രഹ്മർഷി പദം കൊടുത്താൽ വസിഷ്ഠന്റെ ആ പദവിയിലുള്ള മഹത്വം പോകും, അതുകൊണ്ട് സ്പർദ്ധ കൊണ്ടാണ് അത് കൊടുക്കാത്തത് എന്നാണ് വിശ്വാമിത്രൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അന്ന് വിശ്വാമിത്രന് മനസ്സിലായ അതല്ല കാരണം, ഇതാണ് കാരണമെന്ന് മനസ്സിലായപ്പോ അദ്ദേഹം പോയി അദ്ദേഹത്തിന് പ്രണമിക്കുകയും, പ്രണമിക്കുമ്പോ അദ്ദേഹം ബ്രഹ്മർഷി വിശ്വാമിത്രൻ എന്ന് സംബോധന ചെയ്ത് അദ്ദേഹത്തിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നതാണ് ഒരു കഥ. അത് ഈ മൊത്തം കഥയിൽ കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അത് കഴിഞ്ഞ് നോക്കുക. ഇപ്പൊ നമ്മള് എല്ലാവരും സന്ധ്യാ പൂജ ഏറ്റവും ഉത്തമമായ മന്ത്രം ഒക്കെ ഏതാണ്? ഗായത്രി മന്ത്രം. ആ ഗായത്രി മന്ത്രത്തിന്റെ ദ്രഷ്ടാവ് വിശ്വാമിത്ര ഋഷിയാണ്. ഗായത്രി മന്ത്രത്തിന്റെ ദ്രഷ്ടാവായിട്ടുള്ള ഋഷി. അപ്പൊ ഒന്ന് ആലോചിച്ചു, എത്ര തപസ് അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുണ്ടാവും. വേദങ്ങളുടെ മുഴുവൻ സാരമാണ് ഗായത്രി എന്നാണ്. അതായത് വേദം മുഴുവൻ ചൊല്ലേണ്ട സ്ഥലത്ത് നമ്മൾ സംക്ഷിപ്തത്തിൽ ചൊല്ലേണ്ടി വന്നാൽ ഗായത്രി മന്ത്രമാണ് ചൊല്ലുക. ഈ പൂജയൊക്കെ ചെയ്യുന്നവർക്കറിയാം, അങ്ങനെ ചില ഉപസ്തരണം തുടങ്ങിയ കർമ്മങ്ങളിലൊക്കെ വേദമന്ത്രങ്ങൾ ചൊല്ലി ചെയ്യേണ്ടടുത്ത് ഗായത്രി മന്ത്രം ചൊല്ലിയാൽ അത് എല്ലാ മന്ത്രങ്ങളും ചൊല്ലിയതുപോലെ ആയി എന്നൊക്കെയാണ് സങ്കല്പം. അത്രയും മഹാത്മ്യമുള്ള ആ മന്ത്രത്തിന്റെ ദ്രഷ്ടാവ് ഋഷി വിശ്വാമിത്രനാണ്. അപ്പൊ അവിടെ ക്ഷത്രിയ ജാതിയോ അല്ലെങ്കിൽ വസിഷ്ഠന്റെ ബ്രാഹ്മണ ജാതിയോ ഈ പറയുന്ന സംഗതികളൊന്നും അവിടെ ബാധകമല്ല. അദ്ദേഹം അതിന് യോഗ്യനായി അത് സംബന്ധിച്ചു എന്നാണ്. പക്ഷെ അവിടെ കാണിക്കുന്നത് എന്താണ്?
അന്നത്തെ കാലത്ത് ആ സന്ദർഭത്തിൽ വിദ്യയായിരുന്നു ഏറ്റവും മുകളിൽ എന്നാണ് കാണിക്കുന്നത്. ആ വിദ്യ ഗുരുവിൽ നിന്ന് പ്രാപിക്കുന്നത് പോലെ, ശ്രോത്രിയ പരമ്പരയിലൂടെ പ്രാപിക്കുന്നത് പോലെ തപസ്സുകൊണ്ടും പ്രാപിച്ചിരുന്നു. കാരണം വിദ്യയുടെ യഥാർത്ഥ പ്രാപ്തി, അനുഭൂതിയാത്മകമായിട്ടുള്ള പ്രാപ്തി തപസ്സുകൊണ്ടേ സാധിക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ മിസ്സാവുന്ന ഒരു കാര്യം. വിദ്യാപ്രാപ്തി നമുക്കുണ്ട്, നമ്മൾ വിദ്യയുടെ രീതിയിലെല്ലാം വേണ്ടത്ര വിദ്യ പ്രാപിക്കുന്നുണ്ട്, അതിനുള്ള വ്യവസ്ഥയുണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആ വിദ്യയുടെ സിദ്ധിക്ക് വേണ്ട തപസ് ഇല്ല. അത് കുറച്ച് തപസ്സൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതെല്ലാം ഇല്ലാണ്ടായി. അപ്പൊ അതാണ് ധർമ്മജ്ഞാനമായി വിദ്യ മാറാത്തതിന് കാരണം. ഈ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഏറ്റവും നല്ല വ്യക്തിയായിട്ടാണ് അയാൾ വരേണ്ടത്. ആ വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന, അതായത് ഗ്രാജുവേഷൻ കഴിഞ്ഞ് PG ഒക്കെ കഴിഞ്ഞിറങ്ങുന്ന ആള് അങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ അയാൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഓഫീസിൽ എവിടെയെങ്കിലും പോയിട്ട് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് തുടങ്ങും. എന്താണ്? കാപട്യങ്ങളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും കറക്ഷൻസും അവിടെ നിന്ന് തുടങ്ങും. അതായത് എല്ലാ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും കാരണം ആരാണ്? തുറന്നു പറഞ്ഞാൽ വിദ്യാഭ്യാസമുള്ളവരാണ്. ഒരുപക്ഷെ നിങ്ങൾക്കത് അത്ര അങ്ങോട്ട് രസിക്കില്ലായിരിക്കാം. പക്ഷേ ഒന്ന് വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ, ചിന്തിച്ചോളൂ, അതിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കിക്കോളൂ. വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കാളും സമൂഹത്തിന് മാറാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പൊ എന്തോ പ്രശ്നം വിദ്യാഭ്യാസത്തിൽ ഉണ്ടെന്നല്ലേ അത് കാണിക്കുന്നത്. അവിടെയാണ് ധർമ്മജ്ഞാനമാകുന്ന വിദ്യാഭ്യാസവും സാമാന്യമായ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസവും ആയിട്ടുള്ള വ്യത്യാസം. ഇത് ഇന്നല്ല, അന്നും വിദ്യാഭ്യാസത്തിൽ കുറച്ച് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് തുലവും കുറവായിരുന്നു എന്നാണ്. ഇപ്പൊ രാവണനെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെന്നും പറയാൻ പറ്റില്ല, അവരൊക്കെ നല്ല വിദ്യാഭ്യാസം ഉള്ളവരായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വളരെ കുറവായിരുന്നു. അപ്പൊ ഇതാണ് ധർമ്മജ്ഞാനം. അപ്പൊ അന്ന് ഭാരതത്തിന്റെ ഏറ്റവും ഉന്നതയിൽ വിദ്യ നിന്നിരുന്നത് കൊണ്ടാണ് ആ വിദ്യക്ക് പ്രാധാന്യം കൊടുത്തത്. അത് കഴിഞ്ഞ് വന്ന കാലഘട്ടത്തില് ഈ ധർമ്മജ്ഞാനം തന്നെ മാറിയത് നോക്കാം. അത് കഴിഞ്ഞ കാലഘട്ടം വന്നപ്പോ മഹാഭാരത കാലം എടുക്കാം നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. ആ വൈദിക കാലത്ത് മഹാഭാരത കാലത്തിലേക്ക് വന്നപ്പോ എന്ത് സംഭവിച്ചു? അവിടെ വിദ്യക്കല്ല പ്രാധാന്യമായത്. വിദ്യയുടെ പ്രയോഗത്തിന്, അല്ലെങ്കിൽ വിദ്യ കൊണ്ട് കൂടുതൽ രാജ്യവിസ്താരം ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ വശത്താക്കുക, ഇങ്ങനെയൊക്കെയുള്ള നമ്മളെ ഒരു ആക്രാമകമായിട്ടുള്ള ഒരു ക്ഷത്രിയ ധർമ്മത്തിന്റെ പ്രാധാന്യം നമുക്ക് പറയാം. അതിനായിരുന്നു മഹാഭാരതത്തിലെ പ്രാധാന്യം, മഹാഭാരത കാലഘട്ടത്തിൽ എന്ന് പറയാം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദ്രോണാചാര്യരെ പോലുള്ള, കൃപാചാര്യരെ പോലുള്ള മഹാന്മാരായിട്ടുള്ള ഗുരുക്കന്മാര്, ബ്രാഹ്മണ ഗുരുക്കന്മാർ പോലും ക്ഷത്രിയരായിട്ട് മാറി. അവർ ക്ഷത്രിയ ധർമ്മം ചെയ്യുന്നവരായിട്ട് മാറി. കാരണം അന്ന് തങ്ങളുടെ തന്നെ സഹോദരന്മാരുടെ, ഇപ്പൊ പാണ്ഡവരെ ആക്രമിക്കുകയും പിന്നെ പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം ഉണ്ടാവുകയും മഹാഭാരത മഹായുദ്ധം ഉണ്ടായത് മൊത്തം നോക്കുകയാണെങ്കിൽ ധർമ്മജ്ഞാനം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെ ധർമ്മയുദ്ധം എന്നൊക്കെ പറയുന്നത്. പക്ഷെ അവിടെ വിദ്യക്കല്ല പ്രാധാന്യം ഉണ്ടായിരുന്നത്, ക്ഷത്രിയ ധർമ്മത്തിനായിരുന്നു, ആക്രമണത്തിനായിരുന്നു. വിദ്യക്കായിരുന്നു പ്രാധാന്യമെങ്കിൽ വേദവ്യാസൻ സ്വയം തന്നെ പലവട്ടം പോയിട്ട് ധൃതരാഷ്ട്രരെയും അതുപോലെ തന്നെ എല്ലാവരെയും ഉപദേശിക്കുന്നുണ്ട്. ദുര്യോധനെ ഒക്കെ അദ്ദേഹത്തിന്റെ ജ്ഞാനം കൊണ്ട് ഉപദേശിക്കാനുള്ള ശ്രമം നടത്തുന്നു. വേദവ്യാസനെ പോലെ ഇത്രയും മഹാനായ ഒരു ഋഷി. പക്ഷെ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടായില്ല. എല്ലാവർക്കും യുദ്ധം ചെയ്തേ മതിയാവൂ എന്നുള്ള സ്ഥിതി വന്നു. അപ്പൊ ആ കാലഘട്ടം നമ്മൾ നോക്കിയാൽ അങ്ങനെ ഒരു അവസ്ഥയായിട്ട് അത് കാണാം. അത് കുറെ കാലം അങ്ങനെ നിന്നു നിൽക്കാം. അത് കഴിഞ്ഞ് വന്നൊരു കാലഘട്ടം നമ്മൾ നോക്കുമ്പോൾ ബുദ്ധന്റെയും ജൈനന്റെയും ഒക്കെ ഉള്ള ആ ഒരു കാലഘട്ടം, അത് ഒരു സാമാന്യ രീതിയിൽ ഒരു മധ്യകാല ആയിട്ടുള്ള ഒരു ആ സമയം.
ചന്ദ്രഗുപ്തൻ ഇവരൊക്കെ ഉണ്ടായിരുന്ന ആ സമയം. അവിടെ നോക്കുമ്പോ അന്ന് യുദ്ധത്തിനും ഇതിനുമൊക്കെ ഒരു തലത്ത് പ്രാധാന്യം ഉണ്ടായിരുന്നുവെങ്കിലും ത്യാഗത്തിനും വൈരാഗ്യത്തിനും തപസ്സിനും അഹിംസയ്ക്കും പ്രാധാന്യം വന്നൊരു കാലമാണ്. കാരണം ഈ പറയപ്പെടുന്ന മഹാന്മാരായ പല രാജാക്കന്മാരും, വലിയ വലിയ രാജാക്കന്മാർ, അശോകനെ പോലുള്ളവരൊക്കെ, അവര് ധർമ്മത്തിന്റെ ഈ അഹിംസ, ശാന്തി, കാരുണ്യം എന്നൊക്കെയുള്ള ആ ഭാവത്തിലേക്ക് വരികയും ത്യാഗം വൈരാഗ്യം എന്നൊക്കെയുള്ള ഭാവത്തിലേക്ക് വരികയും ബൗദ്ധമതം സ്വീകരിക്കുകയും കുറെ പേര് ജൈനമതം സ്വീകരിച്ചു, കുറെ പേര് ബൗദ്ധമതം സ്വീകരിച്ചു, കുറെ പേര് ഹിന്ദുക്കളായി തന്നെ അങ്ങനെ തന്നെ ഹിന്ദു മതത്തിൽ തന്നെ തുടരുകയും ചെയ്തു. അപ്പൊ അത് അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അതിനായിരുന്നു പ്രാധാന്യം. അതുകൊണ്ടാണ് അവര് ക്ഷത്രിയ ധർമ്മമൊക്കെ ത്യജിച്ച്, അപ്പൊ അവിടെ വേദത്തിനും പ്രാധാന്യമില്ലാതായി. കാരണം ബുദ്ധനും ജൈനനും ഒക്കെ വേദത്തെ അംഗീകരിക്കാത്തവരായിരുന്നു. അവര് മറ്റൊരു മാർഗം അന്വേഷിച്ച് അങ്ങനെ ഒരു മാർഗം പ്രചരിപ്പിച്ചവരായിരുന്നു. ആ ഒരു കാലഘട്ടം അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഈ ആധുനിക കാലഘട്ടം, ഇതിലിപ്പോ ഞാനൊരു ഹിസ്റ്റോറിക്കൽ ക്രമത്തിലൊന്നുമല്ല പറയുന്നത്, ഇതിനിടയ്ക്ക് കുറെ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് മുഗളന്മാരും ബ്രിട്ടീഷുകാരും ഒക്കെ ഭരിച്ച ഭാരതം, അതില് നമ്മുടെ പൂർവികരൊക്കെ ജീവിച്ച് അവരുടെ ആചാരങ്ങളും വിചാരങ്ങളും ഒക്കെ മാറ്റിമറിച്ച, എല്ലാം തകിടം മറിഞ്ഞ ഒരു കാലഘട്ടം. അങ്ങനെ വന്നപ്പോൾ അവിടെ എന്തിനൊക്കെ പ്രാധാന്യമില്ലാതായി? വിദ്യക്ക് പ്രാധാന്യമില്ല. വിദ്യ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടും ആരും അയാൾക്ക് അവര് പൂജനീയനൊന്നും ആവുന്നില്ല. അവർക്ക് ധനവും സമ്പത്തും ഒന്നും കിട്ടണമെന്നില്ല. അവരൊക്കെ പുറന്തള്ളപ്പെടുന്നവരായി. തപസ്സിനും അഹിംസയ്ക്കും ബുദ്ധകാലത്തുണ്ടായിരുന്ന അതൊന്നും, അതിനും പ്രാധാന്യമില്ല. അതെല്ലാം തള്ളപ്പെട്ടു. പിന്നെ ഉണ്ടായത് ഒരു തരത്തിലുള്ള ആക്രാമകമായിട്ടുള്ള പിടിച്ചുപറി പോലുള്ള ആ ഒരു തലത്തിലേക്കുള്ള, അതായത് ക്ഷത്രിയ ധർമ്മം എന്ന് നമുക്കത് പറയാൻ പറ്റില്ല. കാരണം മഹാഭാരത കാലത്തുണ്ടായിരുന്ന ആ യുദ്ധത്തിനും മറ്റുമൊക്കെ ഒരു ക്ഷത്രിയ ധർമ്മത്തിന്റെ ഒരു നിയമപരമായ നിഹിതമായ ഒരു നിശ്ചയം ഉണ്ടായിരുന്നത്. പിന്നെ വന്നതിന് ആ നിശ്ചയമൊന്നുമില്ല, ധർമ്മവും ഇല്ല, ഒന്നുമില്ല. എങ്ങനെയും സ്വന്തം കാര്യം ചെയ്യണമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ശരിയായ ജീവിത രീതിയിലുള്ള ധർമ്മത്തിന്റെ അംശം പൂർണ്ണമായും മാറാൻ തുടങ്ങുന്നത്. അത് നമ്മൾ എങ്ങനെയെങ്കിലും എക്സിസ്റ്റ് ചെയ്യണം, നമ്മളെ സംരക്ഷിക്കണം എന്നുള്ള അർത്ഥത്തിലേക്ക്, ആ ഒരു രീതിയിലേക്ക് നമ്മൾ വന്നു. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? ഈ ആദർശങ്ങളൊക്കെ കളഞ്ഞു കുളിച്ചു. ആദർശം കൊണ്ടൊന്നും കാര്യമില്ല, എങ്ങനെയെങ്കിലും ജീവിക്കണം, എങ്ങനെയെങ്കിലും നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കണം എന്നൊരവസ്ഥയിൽ വന്നപ്പോ അവിടെ എന്താ പറയാ, ഈശ്വരനില്ല, ധർമ്മമില്ല, പരസ്പരം സഹായിക്കണമെന്നില്ല, സ്വന്തം കാര്യം എങ്ങനെയും നോക്കണം, കുട്ടികളെ വളർത്തണം, അങ്ങനെ ജീവിക്കണമെന്ന ഒരു പരമ്പര ഈ എന്താ പറയാ സഹസ്രാബ്ദത്തിലായിട്ട് ഇതിന്റെ അവസാന ഭാഗത്തായിട്ട് വന്നുകൊണ്ടേയിരുന്നു. അതിങ്ങനെ മാറി 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 മാറിയാണ് നമ്മൾ ഈ അവസ്ഥയിലെത്തിയത്. ഇങ്ങനെയൊക്കെ ഞാനൊരു ചരിത്രം പറഞ്ഞത് എന്തിനെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഈ അവസരത്തില് ശാസ്ത്രീയമായ ആചാരങ്ങളെ കുറിച്ച് എന്തിനു വിചാരം ചെയ്യുന്നു എന്നൊന്ന് ബോധിപ്പിക്കാനാണ് ഇങ്ങനെയൊക്കെ ഒരു ചരിത്രം ഞാനിങ്ങനെ തട്ടിക്കൂട്ടി പറഞ്ഞത്. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്, എന്തുകൊണ്ട് നമ്മളിവിടെ എത്തി നിൽക്കുന്നു. ഇതൊക്കെ ഏത് തലത്തിലാണ് സംഭവിക്കുന്നത്? നമ്മുടെ പുരുഷാർത്ഥത്തില് ധർമ്മത്തിന്റെ തലത്തിലാണ് ഈ പറയുന്ന വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതിന്റെ എല്ലാം ബേസിക് അടിസ്ഥാനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. എല്ലാ കാലത്തും അങ്ങനെ ആയിരുന്നു. വിദ്യാഭ്യാസമാണ് ഇതിന്റെ ഒക്കെ അടിസ്ഥാനം. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിൽ ഓരോ കാലത്തുണ്ടായിരുന്ന മാറ്റം, അതനുസരിച്ച് വിദ്യയുടെ പ്രയോജനത്തിന് മാറ്റം വന്നു. ഇന്നത്തെ നമ്മുടെ പ്രയോജനം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ധനസമ്പാദ്യം മാത്രമാണ് വിദ്യയുടെ പ്രയോജനം. അതല്ലാതെ വേറെ ഒരു പ്രയോജനം ഇല്ല. അവിടെ പോയിട്ട് പഠിച്ചു വന്നിട്ട് എന്താ പറയാ വേറെ പ്രഭാഷണം നടത്താമെന്നോ അങ്ങനെയൊന്നും ആരും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ നമ്മളെ പോലുള്ള വേറെ ജോലിയില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. അവരിങ്ങനെ പ്രഭാഷണമൊക്കെ നടത്തി പോകും. അപ്പോൾ ആരെങ്കിലുമൊക്കെ കേൾക്കാൻ വരും. ഇതിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോകും. അല്ലാതെ ഈ വിദ്യാഭ്യാസത്തിന് പോകുന്നവരാരും ഇത് ഭാവിയിൽ നമുക്ക് പോയിട്ട്
എന്താ പറയാ അമ്പലത്തിൽ പ്രഭാഷണം നടത്താൻ ഉദ്ദേശിച്ച് പോകുന്നവരല്ല എന്നുള്ളത് ഉറപ്പല്ലേ. അപ്പൊ അത് വേറൊരു തലം. ഇനി ഈ വിദ്യാഭ്യാസത്തിൽ നാം പഠിക്കുന്ന കാര്യങ്ങൾ, രണ്ടാമത്തെ തലം ധർമ്മ അർത്ഥ കാമം എന്നുള്ളതാണ് അടുത്ത 3 പുരുഷാർത്ഥം. അപ്പൊ ഈ രണ്ടാമത്തെ പുരുഷാർത്ഥം എന്നുള്ള അർത്ഥമാണ്. അർത്ഥം എന്ന് പറഞ്ഞാൽ ധനസമ്പാദ്യം എന്ന് തന്നെയാണ് അർത്ഥം. വേണ്ടത്, നമ്മുടെ ജീവിതത്തിന് വേണ്ടത് സമ്പാദിക്കുക. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാല്, വിദ്യാഭ്യാസം കഴിഞ്ഞ് നമ്മുടെ രീതിയിൽ ക്വാളിഫൈഡ് ആയി അതിലൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ എവിടെയെങ്കിലും പ്രയോഗിച്ച് എങ്ങനെയെങ്കിലും ധനവാനായി മാറണം, ധനം സമ്പാദിക്കണം. അത് ശരിയായിട്ടുള്ള വഴിയാകണമെന്നില്ല. നാട്ടുകാർക്ക് എന്താ പറയാ പ്രയോജനപ്പെടുന്ന വഴിയാകണമെന്നില്ല. അതുകൊണ്ട് നാട്ടുകാർക്ക് ദ്രോഹം ഉണ്ടായാലും കുഴപ്പമില്ല, എന്തു വന്നാലും ഒരു പ്രശ്നമില്ല. എന്റെ കാര്യം സാധിക്കണം. അങ്ങനെ ആ അർത്ഥസമ്പാദ്യത്തിന്റെ, അന്നത്തെ കാലത്ത് അർത്ഥസമ്പാദ്യത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ ധർമ്മം അറിഞ്ഞതിന് ശേഷം, അത് പഠിച്ചതിന് ശേഷം എന്താണോ തനിക്ക് ഉചിതമായ കർത്തവ്യം അത് സെലക്ട് ചെയ്ത് അത് ചെയ്യുമ്പോഴും സമൂഹത്തിന് ഉപകാരമാകുന്ന രീതിയിൽ, ഭാവി തലമുറയ്ക്ക് ഉപകാരമാകുന്ന രീതിയിൽ ചെയ്യണമെന്നായിരുന്നു. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു വ്യവസ്ഥ. അന്ന് രാജാക്കന്മാരൊക്കെ അതിന് നോക്കിയിരുന്നു. അങ്ങനെ ചെയ്യാത്തവരെ ശിക്ഷിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചോളൂ. ഇന്ന് വന്നപ്പോ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എല്ലാ പൗരന്മാർക്കും സമമായിട്ടുള്ള അധികാര നിർണയമുള്ളത് കൊണ്ട്, വ്യവസ്ഥയുടെ ദൃഷ്ടിയിൽ നമ്മുടെ ഭരണഘടന അനുസരിച്ച്, ഇതിപ്പോ ഭരണഘടന ഇപ്പോഴുണ്ടായി, അതിനു മുമ്പും അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് വയ്ക്കാം. എങ്ങനെയെങ്കിലും ആ അർത്ഥസമ്പാദ്യം നടത്തണം. ആ അർത്ഥസമ്പാദ്യം നടത്തി പിന്നെ ആ ധനം കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങണം, ജീവിക്കണം. അങ്ങനെ തന്നെ ആ കാമം എന്നതിന് പറയുന്നു. അപ്പൊ മൊത്തം ജീവിതം എവിടം വരെ എത്തി എന്ന് ചോദിച്ചാൽ ധർമ്മ അർത്ഥ കാമം വരെ എത്തി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ജ്ഞാനം, അർത്ഥം അതുകൊണ്ട് വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുക, പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ സാധനങ്ങൾ വാങ്ങി ജീവിക്കുക ഒക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുന്നു, അതിൽ ദോഷമൊന്നുമില്ല. പക്ഷെ ഇത് ജീവിച്ചു കഴിഞ്ഞ് കുറെ ഒരു 10, 60, 70 വയസ്സൊക്കെ ആവുമ്പോൾ എന്തോ ഒരു കുറവ്. ഇതൊക്കെ ബാക്കിയൊക്കെ ഓക്കെയാണ്. അതുവരെയൊക്കെ നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തു. നല്ലതും ചെയ്തു, ചീത്തയും ചെയ്തു, അതിന്റെ ഫലങ്ങൾ ഉണ്ടായി, ഒക്കെ ഉണ്ടായി. പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ, കുറച്ചൊന്ന് പ്രായമാവുമ്പോൾ ഇതൊക്കെ ആണെങ്കിലും എന്തോ ഒന്ന് ശരിയാവാത്തത് പോലെയുള്ള ഒരു സ്ഥിതി, ഒരു അതൃപ്തി, ചെയ്തതിനോടൊക്കെ ഒരു എന്താ പറയാ ഒരു താല്പര്യമില്ലായിരുന്നു. ഇതൊക്കെ ചെയ്യണമായിരുന്നോ, ഇങ്ങനെയൊക്കെ വേണ്ടിയിരുന്നോ, ഇതൊക്കെ ചെയ്തിട്ട് എന്താ ഇപ്പൊ കിട്ടിയത് എന്നൊക്കെ ഒരു ചിന്ത വരുന്ന ഒരു സ്ഥിതി. അപ്പൊ ഇനി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം, ഇനിയും കുറച്ചുകൂടി നല്ലത് ചെയ്താൽ നല്ലത് വരും എന്നൊരു പുനർവിചാരം, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് മാത്രമല്ല, ഭാരതത്തിൽ മാത്രമല്ല, ഇതിപ്പോ നമ്മൾ വിദേശത്തു നിന്ന് വരുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴും അവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും ആ ഒരു തലത്തിൽ എത്തിക്കഴിയുമ്പോൾ, ആ ഒരു പ്രായത്തിലും ആ ഒരു അവസ്ഥയിലും എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഇത് മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു വളർച്ചയാണ്, അല്ലെങ്കിൽ ഒരു മാറ്റമാണ്. ആ പ്രായവും പക്വതയും എത്തുമ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാമെന്ന് പറയുന്നത്. അതുവരെ തരികിടയൊക്കെ കാണിച്ചു നടന്ന ആൾക്കാർ പോലും അപ്പോ അങ്ങനെ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഓ, ഇതൊക്കെ മതി, എത്ര കാലമായിട്ട് ഇതൊക്കെ ചെയ്യുന്നു, ഇനി ഇത് വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ വരും. പക്ഷെ ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് അത് അവർക്ക് പ്രകടമാക്കാൻ കഴിയില്ല, ചിലപ്പോൾ അവരുടെ ജീവിത ശൈലി മാറ്റാൻ കഴിയുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു വേറൊരു സന്ദർഭം ഉണ്ടാവും. പക്ഷേ ഇങ്ങനൊരു വിചാരം വരാനുള്ള സാധ്യത ഏറെയാകുകയാണ്. അവിടെയാണ് നമ്മുടെ ധർമ്മത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ധർമ്മജ്ഞാനം എന്ന മോക്ഷത്തിന്റെ സ്ഥിതി നിൽക്കുന്നത്. അതായത് പ്രവൃത്തി നിവൃത്തി എന്നുള്ള 2 മാർഗവും ഒരു മനുഷ്യന് പറഞ്ഞിട്ടുള്ളതാണ്. ഈ 2 മാർഗത്തിലൂടെയാണ് മുഴുവൻ ജീവിതവും നമ്മൾ പൂർണ്ണമാക്കുക.
അപ്പോൾ പ്രവൃത്തി മാർഗത്തിലെ ധർമ്മ അർത്ഥ കാമങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയെക്കുറിച്ചാണ് നാം ചിന്തിക്കുക. അത് സ്വാഭാവികമായിട്ട് വരുന്നൊരു ഭാവമാണ്. ആ നിവൃത്തിയിലൂടെ പോയി പ്രവൃത്തിയിൽ ചെയ്തതിൻ്റെ ഫലം കൊണ്ട്, നല്ല ഫലങ്ങൾ കൊണ്ട് നിവൃത്തിയിലൂടെ നാം അവസാനത്തെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു പരമതൃപ്തിയിലെത്തും. ഇപ്പൊ നമുക്ക് തോന്നും നമ്മുടെ വീട്ടില് ആ സാധനം ഇല്ലാത്തത് കൊണ്ടാണ്, ഈ സാധനം ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശരിയായിട്ടുള്ള സ്വാദില്ല അതുകൊണ്ടായിരിക്കും സുഖമില്ലാതെ, അല്ലെങ്കിൽ ശരീരത്തിന് അസുഖം കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു സുഖം തോന്നാത്തത്, ഒരു രസം തോന്നാത്തത് ജീവിതത്തിൽ. ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളും പല നിമിത്തങ്ങളും കണ്ടെത്തും. അതുകൊണ്ടാണ് ആ പ്രായത്തിലൊക്കെ എത്തുമ്പോൾ വീടുകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും അതുപോലെ മറ്റു സമൂഹത്തിലെ ബന്ധുക്കളും അവരൊക്കെ തമ്മിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് കാരണം ഈ ഈ ഓരോരുത്തർക്കും ഈ ഒരു അതൃപ്തിയുണ്ട്. അപ്പൊ അവർ വിചാരിക്കുന്ന ഇത് ശരിയല്ലാത്തത് കൊണ്ടാവാം, അത് ശരിയല്ലാത്തത് കൊണ്ടാവാം, അങ്ങനെ ആയത് കൊണ്ടാവാം, ഇങ്ങനെ ആയത് കൊണ്ടാവാം, ഇനി വീട്ടിൽ AC ഇല്ലാത്തത് കൊണ്ടാവാം ഇങ്ങനെ ഒരു പ്രശ്നം എന്നൊക്കെയാണ് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെ കുറെ കാരണങ്ങൾ നമ്മൾ തേടാൻ തുടങ്ങും. അവസാനം പറയും ഇതൊക്കെ ശാരീരികമായ പ്രശ്നമാണ്, ശരീരത്തിന് അസുഖം, മനസ്സിന് അസുഖം. ഇങ്ങനെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥയില് മനസ്സിന്റെ ആ ഒരു തലം മാറേണ്ടതുണ്ട്. ആ മാറുന്നതാണ് നിവൃത്തി എന്ന് നമ്മൾ പറയുന്നത്. നിവൃത്തി എന്ന് പറയുന്നത് ആദ്യമേ ത്യജിച്ചു പോകുന്നു, അത് വേറൊരു മാർഗം. പ്രവൃത്തി നിവൃത്തി രണ്ട് മാർഗത്തില് കുറച്ച് പേര് നിവൃത്തി മാർഗത്തിൽ ആദ്യമേ പോകുന്നു, കുറച്ച് പേര് ബാക്കി പിന്നീട് വരും. സാധാരണ സമൂഹത്തില് പ്രവൃത്തിയിലൂടെ നിവൃത്തിയിലേക്ക് പോകും. പക്ഷെ ഇത് സ്വാഭാവികമായ ഒരു ഡെവലപ്മെന്റ് ആണ്, ഒരു സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ആണ് നടത്തുന്നത്. അപ്പൊ നമുക്ക് ആ അവസ്ഥയിൽ സാധിക്കാത്ത കാര്യങ്ങൾ മുമ്പ് സാധിച്ചിരുന്നത്, മുമ്പ് നമുക്ക് ഫാസ്റ്റായിട്ട് ഓടാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ സമയം ഇരുന്ന് പ്രവൃത്തി ചെയ്യാൻ കഴിയുമായിരുന്നു, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. ശാരീരികവും മാനസികവുമായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പം നമ്മൾ കമ്പാരിസൺ തുടങ്ങും. ഒരു 10 വർഷം മുമ്പ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു, ഇപ്പം എനിക്ക് സാധിക്കുന്നില്ല. ഈ ഒരു കമ്പാരിസൺ ചെയ്ത് നമ്മൾ പതുക്കെ 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 നമ്മുടെ മനസ്സ് ഡിപ്രഷനിലേക്ക് പോകും. ഇന്നത്തെ കാലത്ത് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അവസാദനം, നാം നമ്മെ തന്നെ കുറച്ച് കാണുന്ന ഒരവസ്ഥ, നമ്മുടെ ശക്തിയെയും സാമർഥ്യത്തെയും താഴ്ത്തി കാണുന്ന ഒരവസ്ഥ, അതാണ് ഇവിടെ നിന്ന് തുടങ്ങുന്നത്. അതിന് കാരണം എന്താണ്? ഈ അവസ്ഥയില് മനസ്സ് മനസ്സിലാക്കേണ്ട, ബുദ്ധി മനസ്സിലാക്കേണ്ട, നമ്മുടെ ചിന്താഗതി ചെന്ന് നിൽക്കേണ്ട തലത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നില്ല. നമ്മള് എന്തിനാണോ വിടേണ്ടത് അതിനെ വീണ്ടും പിടിക്കാൻ ശ്രമിക്കുന്നു. ആ പിടിക്കുന്നതിനൊന്നും പിടികിട്ടില്ല, കാരണം അത് ആ സമയത്തുള്ളതാണ്. ഇപ്പൊ കുട്ടിക്കാലത്ത് നമ്മൾ ക്രിക്കറ്റ് കളിച്ചിരുന്നു, ഗോലി കളിച്ചിരുന്നു, അല്ലെങ്കിൽ കബഡി കളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പ്രായത്തിൽ അത് പറ്റുമോ? അന്നത് വലിയ രസകരമായിട്ടുള്ള കാര്യമാണ്. എത്രയോ മണിക്കൂറുകൾ നമ്മൾ കളിച്ചാലും തളലില്ലായിരുന്നു. അപ്പൊ ഇപ്പോഴും അത് കളിച്ചാൽ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? യുവാവസ്ഥയിൽ ശാരീരികമായിട്ടുള്ള സാമർഥ്യം കൂടുതലായിരുന്നപ്പോൾ അന്ന് നമ്മൾ പല കാര്യങ്ങളും ചെയ്തിരുന്നു, അത് ഇന്നും അതുപോലെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. മനസ്സും ശരീരവും അതിന് വഴങ്ങില്ല. അങ്ങനെ ചെയ്താൽ അത് അബദ്ധമാകും. അപ്പൊ അതിന്റെ അർത്ഥം അതിനപ്പുറത്തൊരു ലെവലിലേക്ക് പോകണമെന്നാണ്. നമ്മൾ ബാല്യാവസ്ഥയിൽ നിന്ന് യൗവനാവസ്ഥയിലേക്ക് വന്നു, യൗവനാവസ്ഥയിൽ നിന്ന് പ്രൗഢാവസ്ഥയിലേക്ക് വന്നു, പ്രൗഢാവസ്ഥയിൽ നിന്ന് വീണ്ടും വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ വാർദ്ധക്യം ശരീരത്തിൻ്റെതാണെങ്കിലും അത് മനസ്സിൻ്റെതാക്കി മാറ്റാൻ പാടില്ല. അപ്പൊ ഈ അവസ്ഥയിൽ നിന്ന് മാറിയ ഒരു ചിന്താഗതി നമുക്ക് വരണം, ഒരു വിചാരഗതി വരണം, ഇതിനെ ത്യജിക്കാനുള്ള ഒരു ബുദ്ധി വരണം. ഈ ത്യജിക്കാനുള്ള ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്നത്. നമുക്ക് അതൃപ്തി ഉണ്ടാകും. അങ്ങനെയാണ്, അവിടെയാണ് ഈ നിവൃത്തി എന്ന് പറയുന്ന മോക്ഷത്തിന്റെ ചിന്ത. ഇത് വളരെ സരളമായ സഹജമായ ഒരു രീതിയാണ്. അതായത് നമ്മുടെ ഗ്രാജുവൽ ആയിട്ടുള്ള മെന്റൽ ഡെവലപ്മെന്റിനനുസരിച്ച് ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ ഋഷിമാർ. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കൂ, ഇങ്ങനെ നിങ്ങൾ ചെയ്യൂ, അപ്പോൾ നിങ്ങൾക്ക് ജീവിതം സഫലമാക്കാം. കാരണം ഇത്രയും ജീവിച്ച് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവസാനം അതൃപ്തമായിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ഈ കഷ്ടപ്പാടൊക്കെ പിന്നെ എന്തിനാ നമ്മൾ ചെയ്തത്? അപ്പൊ ത്യജിക്കേണ്ട സമയത്ത് ത്യാഗ ശാന്തിരനന്തരം എന്ന് ഗീതയിൽ ഇങ്ങനെ സംക്ഷിപ്തത്തിൽ പറയുന്നുണ്ട്, ത്യാഗം കൊണ്ട് ശാന്തി കിട്ടുമെന്ന്. അപ്പോ ത്യജിക്കേണ്ട സമയത്ത് ത്യജിച്ചാൽ അതിൽ നിന്നൊക്കെ സമാധാനം കിട്ടും. ത്യജിക്കേണ്ട കാര്യങ്ങൾ ത്യജിക്കാതിരുന്നാൽ എന്ത് തന്നെ ചെയ്താലും നമുക്ക് സമാധാനം ഉണ്ടാകില്ല. എത്ര നല്ല സന്താനങ്ങൾ ഉണ്ടായാലും, പുത്ര
പുത്രനും പുത്രിയും പിന്നെന്താ പറയുക സഹോദരങ്ങളും സഹോദരന്മാരൊക്കെ ഉണ്ടായാലും ഒരു സമയത്ത് അവരുടെ ഒക്കെ സ്നേഹവും ഭാവവും ബന്ധവും ഒക്കെ നമുക്ക് കുറച്ചൊന്ന് വിച്ഛേദിക്കേണ്ടി വരും. അത് അവരുടെയും നല്ലതിനാണ്, നമ്മുടെയും നല്ലതിനാണ്. അങ്ങനെ വിച്ഛേദിച്ചില്ലെങ്കിൽ അവർക്കും ദുഃഖം വരും, നമുക്കും ദുഃഖം ഉണ്ടാകും. ഇപ്പൊ പുത്രനാണെങ്കിൽ വിവാഹമൊക്കെ കഴിഞ്ഞ് വധുവിനെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അറിയാലോ അമ്മായി മരുമോളുടെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വരും. അതിന്റെ കാരണം എന്താണ്? ഇതാണ് കാരണം. അമ്മയ്ക്ക് പുത്രനോടുള്ള വാത്സല്യവും സ്നേഹവും കുറയ്ക്കാനും അതിനെ ഒന്ന് തരപ്പെടുത്താനും പോലും കഴിയുന്നില്ല. അപ്പൊ മറ്റൊരു സ്ത്രീ വധുവായിട്ട് പുത്രന്റെ ഭാര്യയായിട്ട് പുത്രന്റെ സന്തത സഹചാരിണിയായിട്ട് വരുമ്പോ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. കാരണം ഈ പുത്രന്റെ ഭാവത്തിലുള്ള സ്നേഹവും അല്ലെങ്കിൽ ആ പെരുമാറ്റവും ഒക്കെ വ്യത്യാസമാകും. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അത് രണ്ട് ഭാഗത്തേക്ക് മാറ്റേണ്ടി വരും. ഇതൊക്കെ സൈക്കോളജിക്കലി മാനസികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അവിടെ ഒരു ത്യാഗമുണ്ട്. ആ ത്യാഗമാണ് നമ്മുടെ സമ്പ്രദായ ജീവിത രീതി. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ, ചില എന്താ പറയാ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇത് നമ്മൾ വേദാന്തം അല്ല സംസാരിക്കാൻ പോകുന്നു. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിലെ വേദാന്തത്തിലേക്ക് എത്തേണ്ടതായിട്ടുള്ള, അല്ല വേദാന്തത്തിലേക്ക് എത്തി അതിൽ നിഷ്ഠ പ്രാപിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ചില അറിവുകൾ, ചില പ്രയോഗങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ശാസ്ത്രീയ ആചാരം എന്നതിന് പേര് വെച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് ഈ 4 പുരുഷാർത്ഥങ്ങൾ. ഈ 4 പുരുഷാർത്ഥങ്ങൾ ഇല്ലാതെ നമുക്ക് ജീവിതമില്ല. അത് നമുക്ക് ഭാരതത്തിലല്ല, ലോകത്ത് എവിടെയായാലും, ഏത് വർഗത്തിൽ, ഏത് ജാതിയിൽ, എവിടെ എങ്ങനെ പറഞ്ഞ ആളായാലും ഈ 4 അവസ്ഥകൾ എല്ലാവർക്കും ഉണ്ട്. അതിന് നമ്മൾ 4 ആശ്രമങ്ങൾ എന്ന് പറയും. അതിന് ആശ്രമങ്ങൾ എന്ന് പറയാൻ കാരണം ആ സമന്താത് ശ്രമഃ യസ്യാം അവസ്ഥായാം സ അവസ്ഥ ആശ്രമ എന്നാണ്. ആശ്രമം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം, കെട്ടിടം അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഓരോ അവസ്ഥയിലും, ഇപ്പൊ ബ്രഹ്മചര്യാശ്രമം എന്നൊക്കെ നമ്മൾ പറയുന്ന ആശ്രമങ്ങളുണ്ട്. ഈ ഓരോ അവസ്ഥയിലും നാം ചെയ്യേണ്ട കർത്തവ്യങ്ങളെ പൂർണ്ണമായിട്ടും ചെയ്യുന്നു. ആ അവസ്ഥയിൽ ഈ കർത്തവ്യങ്ങളൊക്കെ ചെയ്യണം എന്നതിനെയാണ് ആശ്രമം എന്ന് പറയുന്നത്. അപ്പൊ ആശ്രമ ശബ്ദത്തിന് അർത്ഥം അവിടെ ആ അവസ്ഥയിലെ കർത്തവ്യങ്ങൾ എന്നാണ്. ബ്രഹ്മചാരി എന്ന് പറയുമ്പോ 25 വയസ്സ് വരെ നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്ന ആ കാലഘട്ടം, ആ കാലഘട്ടത്തില് അയാൾ ചെയ്യേണ്ട നിത്യകർമ്മങ്ങളെയാണ് അവിടെ ആശ്രമം എന്ന് പറയുന്നത്. ആ കർമ്മങ്ങൾ ഒക്കെ അയാൾ അനുഷ്ഠിച്ചിരിക്കണം. അപ്പോഴാണ് അയാൾക്ക് ആ ജീവിതത്തിലെ എന്താ പറയാ, ആ അവസ്ഥയിൽ കിട്ടേണ്ട പരമാവധി ഫലം കിട്ടുക. എന്താണ് ഒരു കുട്ടി പഠിക്കുന്ന ആ കുട്ടിയുടെ പരമാവധി ഫലം? നന്നായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാകുക. ആ വിദ്യാഭ്യാസത്തിൽ നിന്ന് സ്വീകരിച്ചതൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക. ആ വിദ്യാഭ്യാസത്തിൽ നിന്ന് ലഭിച്ച അറിവ് കൊണ്ട് അയാളുടെ വരുന്ന ജീവിതത്തില് അയാൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക. ഇതാണല്ലോ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് പരമാവധി ഉണ്ടാവണമെങ്കിൽ വിദ്യാഭ്യാസത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് നമ്മുടെ ആ ശാസ്ത്രീയ ആചാരം പറയുന്നത് എന്താണ്? ആ സമയത്ത് ജോലി എടുക്കാൻ പാടില്ല. ആ സമയത്ത് ബ്രഹ്മചാരി അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥി പണം സമ്പാദിക്കാൻ പാടില്ല എന്നാണ്. പണം സമ്പാദിക്കാൻ അവസരം കിട്ടിയാലും പാടില്ല. അങ്ങനെ പണം സമ്പാദിക്കാൻ തുടങ്ങിയാൽ വിദ്യാഭ്യാസം ഇല്ലാണ്ടാവും. നമുക്കറിയാമല്ലോ, അതങ്ങനെയാണ് അതിന്റെ സൈക്കോളജി. പിന്നെ പറയുന്നത് ആ ബ്രഹ്മചാരിക്ക് ദക്ഷിണയും ദാനവും ഒന്നും കൊടുക്കാൻ പാടില്ല. അയാൾ കുറച്ച് കഷ്ടതയൊക്കെ അനുഭവിച്ച് വേണം ജീവിക്കാൻ എന്നാണ്. ഇപ്പോ നമ്മളിപ്പോ ആശ്രമങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ ബ്രഹ്മചാരികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ദക്ഷിണ കൊടുക്കാം. ശരിക്കും വിധിവത്ത് അങ്ങനെ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ദക്ഷിണയും മറ്റുമൊക്കെ കൊടുക്കാൻ പാടില്ല. കാരണം ചിലപ്പോൾ പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചില വിചാരങ്ങളൊക്കെ മാറും, അവരുടെ കോൺസെൻട്രേഷൻ പോകും, മനസ്സ് സ്കാറ്റേർഡ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കുറച്ച് അല്പം തപസ്സോടുകൂടി, തപസ്സിന് നമ്മൾ ഇന്നത്തെ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ട്, കഷ്ടത എന്നൊക്കെ പറയാം. ആ ദാരിദ്ര്യം കൊണ്ടുള്ള കഷ്ടതയല്ല,
ആവശ്യമായിട്ടുള്ള ചില നിയമങ്ങൾ പരിപാലിക്കുന്നത് കൊണ്ടുള്ള കഷ്ടത, അതനുസരിച്ച് ജീവിക്കണം. ഇപ്പോഴിന്നും നമ്മൾ സാമ്പ്രദായികമായി നടക്കുന്ന വേദപാഠശാലകളിലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ, ആ ബ്രഹ്മചര്യത്തിന്റെ ആ നിയമങ്ങളൊക്കെ പാലിച്ച് ചെയ്യുന്നിടത്ത് പോവുകയാണെങ്കിൽ ഇപ്പോഴും അവിടെ അങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ മറ്റൊന്നുണ്ടായിരുന്നു, ഈ ബ്രഹ്മചര്യ കാലത്ത് അച്ഛനും അമ്മയ്ക്കും ഈ തൻ്റെ മക്കളുടെ മുകളിൽ ഒരു സ്വാധീനം ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയുടെയും സ്വാധീനം ആ പുത്രനോ പുത്രിയോ വീട്ടിലുണ്ടായിരിക്കുന്ന സമയത്ത് വരെയാണ്. മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ വേദ എന്ന് യാജ്ഞവൽക്യ ഋഷി പറയുന്നുണ്ട് ബൃഹദാരണ്യക ഉപനിഷത്തില് ജനകനോട്. അതായത് അമ്മ പഠിപ്പിച്ചു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ആ സമയത്ത് അമ്മ പഠിപ്പിച്ചു കൊടുക്കുന്നു. അച്ഛൻ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്, മാതൃമാൻ പിതൃമാൻ, അച്ഛനും അമ്മയൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്, ആ സമയത്ത് അവിടെ പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ആ കുട്ടിയെ ആചാര്യകുലത്തിലേക്ക്, അതായത് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ റെസിഡൻഷ്യൽ സ്കൂൾ എന്നൊക്കെ നമുക്ക് പറയാം, അങ്ങനെ ആചാര്യകുലത്തിലേക്ക് പറഞ്ഞയക്കും. അതിന് ആചാര്യകുലം എന്നാ പറയുക. അപ്പൊ ഇവിടെ അമ്മയുടെ അച്ഛന്റെയും കുലമായിരുന്നു, പിന്നെ മറ്റൊരു കുലത്തിലേക്ക് പറഞ്ഞയക്കുന്നു. അവിടെ എന്താണ് ആ കുലത്തിന്റെ പ്രത്യേകത? അവിടെ ആചാര്യൻ തന്നെയാണ് അച്ഛൻ, അല്ലെങ്കിൽ ആചാര്യാണി, ആചാര്യന്റെ പത്നി, അവരാണ് അമ്മ. എങ്ങനെയാണോ ഒരു കുലത്തിൽ വീട്ടിൽ വസിക്കുന്നത്, അതുപോലെ അവരവിടെ പോയി ആചാര്യന്റെ കൂടെ വസിക്കും, ഗുരുവിന്റെ കൂടെ വസിക്കും. വസിച്ച് അവര് ഗുരു പറഞ്ഞു കൊടുക്കുന്നതൊക്കെ പഠിക്കും, അവിടെ പിന്നെ സേവാ കർമ്മങ്ങളൊക്കെ ചെയ്യും, അങ്ങനെ പഠിച്ചു വരും. ആ സമയത്ത് അവരുടെ അന്നവും മറ്റുമൊക്കെ ഭിക്ഷാന്നമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശങ്കരാചാര്യ സ്വാമിജികളുടെ കഥയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ആചാര്യകുലത്തിൽ പഠിക്കുമ്പോൾ ഭിക്ഷാന്നം കൊടുക്കണം. ഇവിടുന്ന് പൈസ കൊടുത്ത് നമ്മൾ വേണ്ട വ്യവസ്ഥയൊക്കെ ചെയ്തിട്ട്, അങ്ങനെയാണല്ലോ ഇപ്പോൾ റെസിഡൻഷ്യൽ സ്കൂളിലൊക്കെ ഏറ്റവും കൂടുതൽ ചെലവ് ഉള്ള സ്കൂളുകളാണ്, അങ്ങനെയാണ് വരിക. എല്ലായിടത്തും അങ്ങനെയാണ്. അപ്പൊ അതിന് ആഹാരത്തിന്റെയും മറ്റുമൊക്കെ വ്യവസ്ഥ നമ്മൾ തന്നെ ചെയ്യുന്നു, സമ്പാദ്യം കൊണ്ട്, നമ്മുടെ സമ്പാദ്യം കൊണ്ട് ചെയ്യുന്നു. അന്ന് അങ്ങനെ ആയിരുന്നില്ല. അന്ന് സ്കൂളിലെ ആചാര്യകുലത്തിലേക്ക് പറഞ്ഞു വിട്ടാൽ പിന്നെ അച്ഛനും അമ്മയ്ക്കും അവിടെ കർത്തവ്യമൊന്നുമില്ല, ചെലവൊന്നുമില്ല. എത്ര നന്നായിരുന്നു അല്ലേ? അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ നമുക്ക് ലാഭിക്കാമായിരുന്നു. അങ്ങനെ ചിലവൊന്നുമില്ല, അതെല്ലാം ആചാര്യകുലത്തിൽ എന്താ ഉള്ള അതുപോലെ നോക്കും. പിന്നെ അച്ഛനും അമ്മയും കാണണമെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞുള്ളൊരു വിഷയം, ആ ബ്രഹ്മചാരിക്ക് ഇഷ്ടപ്പെടുമ്പോൾ വീട്ടിലേക്ക് വരാൻ പറ്റില്ല. വീട്ടിൽ നടക്കുന്ന ഒരു കാര്യവുമായിട്ട് അയാൾക്ക് ബന്ധമില്ല. അങ്ങനെയാണ് അതിന്റെ രീതി. ഒന്ന് ആലോചിച്ച് നോക്കും. ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇന്നത്തെ അച്ഛനും അമ്മയ്ക്ക് അത് സഹിക്കാനും കഴിയില്ല. ഇപ്പോൾ വീട്ടിലൊരു കല്യാണം നടക്കണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ശ്രാദ്ധം നടക്കണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ മരണമായാലും ജന്മമായാലും അതൊന്നും ഈ വിദ്യാർത്ഥിയെ ബാധിക്കില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യവസ്ഥ. എത്ര സൂക്ഷ്മമായിട്ട് ചിന്തിച്ചിരിക്കുന്നു നോക്കൂ. ഇനി അച്ഛനും അമ്മയ്ക്കും കാണണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവര് അച്ഛനും അമ്മയും രാജാക്കന്മാരായിരിക്കാം, വളരെ പ്രഭുക്കന്മാരായിരിക്കാം, അവർ വലിയ 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 പദങ്ങളിൽ ഇരിക്കുന്നവരായിരിക്കാം. ആരായാലും വിദ്യാലയത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഗുരുകുലത്തിൽ അവരെ കാണാൻ പോകുമ്പോൾ സാധാരണ വസ്ത്രം ധരിച്ചേ പോകാം. ഇപ്പൊ മഹാഭാരതത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതങ്ങനെ നിയമമാണ്. അവരുടെ ആഭൂഷണങ്ങളും മറ്റൊന്നും ധരിച്ച് പോകാൻ പാടില്ല. രാജാവാണെങ്കിൽ രാജാവായിട്ട് ആ കുട്ടിയെ പോയിട്ട് കാണാൻ പാടില്ല എന്നാണ്. അപ്പൊ അതിന് ആശ്രമവാടത്തിൽ ഉപയോഗിക്കേണ്ട വസ്ത്രധാരണ ഉണ്ട്. സാധാരണ വസ്ത്രധാരണ, ഒരു മുണ്ടൊക്കെ ഉടുത്ത്, സാധാരണ മുണ്ടൊക്കെ ഉടുത്ത് പോവുക, അങ്ങനെയായിരുന്നു. അങ്ങനെ പോയിട്ട് അവരെ കാണാം, കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പൊ അവർക്ക് അവിടെ താമസിക്കുന്ന സമയത്ത് വാലായ അങ്ങനെയുള്ള സംഗതികളൊന്നും ഇല്ലതാനും, അങ്ങനെയൊന്നും ഇല്ല. അതെല്ലാം ഗുരുകുലത്തിൽ അതുപോലെയാണ്. പിന്നെ അങ്ങനെ ആരെങ്കിലും പ്രത്യേകിച്ച് അവരുടെ അടുത്ത ആരെങ്കിലും ബന്ധുക്കളൊക്കെ മരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായാല് അവിടെ ഒരു പ്രത്യേക ആചാരം ചെയ്യും. സവസ്ത്ര സ്നാനമായിട്ട് സാധാരണ ഒരു ആചാരമുണ്ട്, അത് ചെയ്ത് അതോടുകൂടി തീർന്നു. എന്നിട്ട് ഈ വിദ്യാർത്ഥി പഠിക്കുന്നത് എങ്ങനെയാണ്? സമൂഹത്തിൽ, അതായത് എവിടെയാണോ ഗുരുകുലമുള്ളത് അവിടെ ചുറ്റുമുള്ള വീടുകളിലൊക്കെ പോയി ഭിക്ഷാന്നം സ്വീകരിച്ച്, അതായത് ഭിക്ഷ ചോദിച്ചു വാങ്ങി കൊണ്ടുവന്ന് അത് ആചാര്യന് സമർപ്പിച്ച്, ഗുരുവിന് സമർപ്പിച്ച്, ഗുരു വിളമ്പി കൊടുക്കും, അല്ലെങ്കിൽ ഗുരു മാതാ വിളമ്പി കൊടുക്കും. അതാണ് ഈ കുട്ടി ഭക്ഷിക്കുക. പിന്നെ വലിയ വലിയ മഹാശാലകളൊക്കെ ആവുമ്പോൾ അതിന് അന്നത്തെ രാജാക്കന്മാരൊക്കെ കുറച്ച് വ്യവസ്ഥയൊക്കെ ചെയ്തിട്ടുണ്ടാവും, അതിന്റെ സംരക്ഷണത്തിന് ഇതിനുമൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയുള്ള കഥകൾ നമ്മൾ മഹാഭാരതത്തിലും പുരാണങ്ങളിലും ഒക്കെ കാണുന്നുണ്ട്, ഉപനിഷത്തിലും ഉണ്ട്.
വലിയ വലിയ രാജാക്കന്മാർ അതിനു വേണ്ടിയിട്ടുള്ള വ്യവസ്ഥയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. പൂർണ്ണമായും തപസ്സോടുകൂടിയ ജീവിതമായിരുന്നു ഈ തുടക്കത്തിലുണ്ടായിരുന്നത്. അതായിരുന്നു ആ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അങ്ങനെ വിദ്യ അഭ്യസിച്ച് പുറത്തു വരുന്നവനെ ശ്രോത്രിയൻ എന്ന് പറഞ്ഞു. അനൂചാനൻ എന്നൊക്കെയാണ് അതിന് പറയുന്നത്. നമ്മളിപ്പോ ഗ്രാജുവേഷൻ എന്ന് പറയുന്നതിന് അന്നത്തെ കാലത്ത് ശ്രോത്രിയൻ എന്നും അനൂചാനൻ എന്നും ഒക്കെ പറഞ്ഞു. ഗ്രാജുവേഷൻ കഴിയുന്നൊരു സമയം. അതുപോലെ തന്നെ ഈ ഗ്രാജുവേഷൻ സെറമണി പോലെ സമാവർത്തനം എന്നൊരു സെറമണി ഉണ്ട്. ഈ സമാവർത്തന സെറമണി കഴിഞ്ഞ് സമാവർത്തന സെറമണി എന്ന് പറയുന്നത് ഒരു കാരിക്കുലം ബേസ്ഡ് അല്ല. അതായത് ഇപ്പൊ ഇത്ര വർഷം പഠിച്ചു അവൻ സമാവർത്തനത്തിനായി, അങ്ങനെയല്ല. ഈ വിദ്യാർത്ഥി സമാവർത്തനം ചെയ്യാൻ, അയാൾ ഗ്രാജുവേഷൻ കൊടുക്കാൻ അയാൾ തയ്യാറാവുമെന്ന് നിശ്ചയിക്കുന്നത് ഗുരുവാണ്. ഗുരു നിശ്ചയിക്കും ഇയാൾ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് തയ്യാറാക്കിയതിന് ശേഷമേ ഗ്രാജുവേഷൻ കൊടുക്കുള്ളൂ. അല്ലാതെ ഇന്നിപ്പോ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് അവിടെ എത്തി പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എഴുതി പരീക്ഷ പാസ്സായി ഗ്രാജുവേഷൻ, അങ്ങനെയല്ല. അതായത് ഗുരുവായിരുന്നു എല്ലാം നിശ്ചയിച്ചിരുന്നത്. അന്നത്തെ രാജാക്കന്മാർക്കും ഈ ഗുരുകുലത്തിൽ നേരിട്ട് ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് അവിടുത്തെ കാരിക്കുലം എന്തായിരിക്കണം, എന്ത് പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണ്ട എന്നൊക്കെ നിശ്ചയിക്കുന്നത് ഗുരു തന്നെയായിരുന്നു, അവിടെ ഉള്ള ആചാര്യൻ തന്നെയായിരുന്നു. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അത് മാറിയത് മുഗളന്മാരുടെ കാലത്താണ്. മുഗളന്മാരുടെ കാലത്താണ് ആ ഒരു സിസ്റ്റത്തിന് അങ്ങനെ മാറ്റം വന്നതും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഇതൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചതും ഇവിടെ നിന്ന് മാറ്റിയതും ഒക്കെ അങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം പറയുന്നത്. ഇതായിരുന്നു ആ ഗുരുകുലത്തിലുള്ളത്. ഇതിലിപ്പോ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു വിദ്യാർത്ഥിയെ നമ്മൾ പോയി കാണുക, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുക നമ്മളൊരു കുട്ടി, ആ കുട്ടിയെ നമ്മൾ ഗുരുകുലത്തിൽ പറഞ്ഞയച്ചു, നമ്മളിവിടെ സുഭിക്ഷമായിട്ടെല്ലാം കഴിക്കും. അപ്പൊ അച്ഛനും അമ്മയും എപ്പോഴും ചിന്തിക്കുക, ആ കുട്ടിയുടെ കാര്യം കഷ്ടം, അയാൾ ഭിക്ഷയൊക്കെ എടുത്ത് കഴിയുന്നു എന്ന് ചിന്തിക്കുമ്പോൾ വളരെ ദുഃഖം തോന്നും. ഇപ്പോൾ നമ്മൾ സന്യാസത്തിലേക്ക് പോകുമ്പോഴും നമ്മൾ അച്ഛനമ്മമാരൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, അയ്യോ ഇവരൊക്കെ പോയിട്ട് ഇവിടെ എങ്ങനെ ജീവിക്കുക, എങ്ങനെ ഭക്ഷണം കിട്ടും എന്നൊക്കെയല്ലേ ചിന്തിക്കുക. സ്വാഭാവികമായിട്ട് ഒരു അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാകുന്ന വാത്സല്യം. അപ്പൊ അവിടെ ഒരു ഡിറ്റാച്ച്മെന്റ്, അതായത് ഒരു ത്യാഗം അച്ഛനും അമ്മയുടെയും പക്ഷത്തു നിന്നും കുട്ടിയുടെ പക്ഷത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. ഈ രണ്ട് പക്ഷത്തു നിന്നും ഉണ്ടാവും. ഒരു കാര്യം അതവിടെ ഇമ്പോർട്ടന്റ് പോയിന്റ്. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്, ഈ ഭക്ഷണവും വ്യവസ്ഥയും ചെയ്യുന്നത് സമൂഹത്തിൽ നിന്നാണ്. അതായത് സമൂഹത്തെ തൻ്റെ ആശ്രയമായി സ്വീകരിക്കുകയാണ് ആര്, ഈ കുട്ടി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഞാൻ പല സെമിനാറുകളിലും ഈ ഗുരുകുലത്തിൻ്റെ ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം അതാണ് നമ്മുടെ ഇന്ന് ബേസിക്കലി നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് മിസ്സായിട്ടുള്ളൊരു കാര്യം. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ പഠിക്കുന്നത് നമുക്ക് വേണ്ടി, നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി, നമ്മൾ സമ്പാദിക്കുന്നത് നമ്മുടെ വീടിന് വേണ്ടി, നമ്മുടെ അച്ഛനമ്മയ്ക്കും വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി. നമ്മൾ സമ്പാദിക്കുന്നതും ജീവിക്കുന്നതും നമ്മുടെ ജീവിതം സമൂഹത്തിന് വേണ്ടി എന്നുള്ള ഒരു കൺസെപ്റ്റ് ടോട്ടലി ഇല്ല. അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ഈ ഭിക്ഷാന്നം കൊണ്ട് ജീവിക്കണമെന്ന് അവിടെ പറയുന്നത് അന്നത്തെ ഗുരുക്കന്മാർക്ക് അവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ട അന്നവ്യവസ്ഥ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരുന്നില്ല. അന്നത്തെ രാജാക്കന്മാരൊക്കെ വളരെയധികം സഹായിച്ചു. എത്രയോ വലിയ വലിയ അമ്പലങ്ങൾ തീർത്ത രാജാക്കന്മാരും വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത രാജാക്കന്മാരാണ്. ചന്ദ്രഗുപ്തനെ പോലുള്ളവരൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്തവരാണ്. അവർക്കൊക്കെ ഒരു 100, 200, 500 വിദ്യാലയങ്ങള്, ഗുരുകുലങ്ങൾ നടത്തി പോകാൻ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്തിരുന്നില്ല. അതിന് കാരണം എന്തായിരുന്നു? അതിന് കാരണം അങ്ങനെ സുഖമായിട്ട് സുഭിക്ഷമായിട്ട് ഒരു തപസ്സില്ലാതെ ഒരു കുറവും കൂടുതലും അറിയാതെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്നാൽ ആ കുട്ടികള് സുഖലോലുഭരായി പുറത്തു വരികയും ആ സുഖലോലുഭതയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള സമ്പാദ്യത്തിന് ശ്രമിക്കുകയും പിന്നീട് അയാൾക്ക് ആ രീതിയിലല്ലാതെ മറ്റൊരു രീതിയിൽ ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു സ്ഥിതിയിലെത്തുകയും ചെയ്യും. നോക്ക, ഇവിടെ ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ ഇതേപോലെ ഗുരുകുലത്തിൽ താമസിച്ചവരാണ്. ശ്രീകൃഷ്ണൻ വിറവിന് പോയ കഥയൊക്കെ നമുക്കറിയാലോ. എന്താ അവിടെ വിറവിന് വേറെ വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ അങ്ങനെ ചെയ്തത്? അല്ല. അപ്പൊ ഇതിനൊരു ഒരു സന്ദേശമുണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്. ഇതാണ് നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടെത്തേണ്ടത്. ആ മെസ്സേജാണ്, ആ സന്ദേശമാണ് നമുക്ക് അറിവില്ലാതെ പോയത്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ കുട്ടി തന്നെ പുറത്തു വന്ന് അയാൾ പിന്നെ അവരവരുടെ കർത്തവ്യം അനുസരിച്ച് ചിലവർ രാജാക്കന്മാരാവും, ചിലവർ വ്യവസായികരാവും, ചിലവർ പുരോഹിതന്മാരാകും. അതനുസരിച്ച് അവരവരുടെ ഓരോരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നവർ ചെയ്യും. ചിലവർ കവികളായിട്ടും മറ്റുമൊക്കെ പ്രസിദ്ധരാവും.
അപ്പൊ ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞ് സമാവർത്തനം എന്ന സംസ്കാരം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ, പുറത്തു വന്നതിന് ശേഷമാണ് അവർ ജോലി തേടുക. അതായത് പിന്നെ ജായാമേ സ്യാത് അഥ കർമ്മ കുർവീയ, വിത്തം മേ സ്യാത് അഥ കർമ്മ കുർവീയ എന്ന് സങ്കല്പിക്കുകയാണ്. എനിക്കൊരു പത്നി ഉണ്ടാകണം. കാരണം അന്ന് ഈ വൈദിക കർമ്മങ്ങളൊക്കെ ചെയ്യുന്നപ്പോൾ, വൈദിക കർമ്മങ്ങൾ ഇന്നും അങ്ങനെയാണ്, എന്നും അങ്ങനെയാണ്, സപത്നീകനായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ ചെയ്യണം, അതുകൊണ്ട് എനിക്ക് വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ ആ കർമ്മം ചെയ്യണമെങ്കിൽ ധനം വേണം, അപ്പൊ ധനം സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഉപനിഷത്തില്, തൈത്തരീയ ഉപനിഷത്തിലൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ വിദ്യാർത്ഥി ഇന്ന് നമ്മൾ സർക്കാർ ഉദ്യോഗത്തിന് പോകുന്നത് പോലെ അന്ന് രാജാക്കന്മാരടുത്ത് പോയിരുന്നു. അയാൾ പോയി, ഇന്ന് നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്നത് പോലെ അന്ന് പോയിട്ട് അയാളുടെ പാണ്ഡിത്യം പ്രകടിപ്പിക്കും. അവര് രാജാക്കന്മാർ, അവിടെയുള്ള പണ്ഡിത സഭയിലുള്ള ആൾക്കാർ ഇയാളുടെ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ആ ചോദ്യങ്ങൾക്കൊക്കെ ഇദ്ദേഹം ഉത്തരം പറയും. ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞ് രാജാവിന് ഇഷ്ടപ്പെട്ടാൽ അപ്പൊ തന്നെ രാജാവ് അയാളെ ജോലിയിൽ നിയോഗിക്കും. ഗുരുകുലത്തിലോ അല്ലെങ്കിൽ അവിടെ വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് യോഗ്യമായ ജോലിയിൽ നിയോഗിക്കുകയും അങ്ങനെ ജോലി ഉദ്യോഗസ്ഥനാകുകയും പിന്നെ അയാളുടെ ജീവിതം നടക്കുകയും ചെയ്യും. അല്ലാത്തവര്, ഇതിന് ഉദ്യോഗത്തിന് പോകാത്തവരാണെങ്കിൽ സ്വയമായി തന്നെ കൃഷിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നു. അല്ലെങ്കിൽ കവികളാണെങ്കിൽ കവിതകൾ എഴുതുന്നു. പിന്നെ വ്യവസായം ചെയ്യുന്നവരാണെങ്കിൽ വ്യവസായത്തിൽ ഏർപ്പെടുന്നു. അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ അവരതിന് വഴി കണ്ടെത്തി ചെയ്യുകയും ചെയ്യും. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു വ്യവസ്ഥാ രീതി. ഇന്നുള്ളതിൻ്റെ വേറൊരു രൂപം എന്ന് തന്നെ പറയാം. അതിൻ്റെ ഒരു കാര്യം തന്നെയാണ് ഇന്ന് നടക്കുന്നത്. അപ്പൊ ഇതിൽ ഈ സമൂഹത്തിൻ്റെ ബന്ധം എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം എന്താണ്, ഈ കുട്ടി ചിന്തിക്കുന്നത് എന്നെ സമൂഹമാണ്, 7 മണി വരെ സമൂഹമാണ് സംരക്ഷിച്ചത്. നമ്മൾ എന്ന് ചിന്തിക്കുന്നത് എങ്ങനെയാണ്, എന്നെ സംരക്ഷിച്ചത് അച്ഛനും അമ്മമാരും. അച്ഛനും അമ്മയും സമ്പാദിച്ച പൈസ കൊണ്ടാണ് എന്നെ പഠിപ്പിച്ചത്. അത് മാത്രമല്ല, ഓരോ ദിവസവും കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുട്ടിയുടെ അടുത്ത് നമ്മളിങ്ങനെ പറഞ്ഞു കേൾപ്പിക്കും. എന്താണ്, ഞാൻ ഇത്രയും പൈസ ചെലവാക്കിയാണ് നിന്നെ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം, A+ ഇല്ലെങ്കിൽ പിന്നെ അറിയാമല്ലോ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ദിവസവും ഈ കുട്ടിയുടെ കാതിലേക്ക് ഇതിങ്ങനെ കേട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ പൈസ 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 എന്നാണ് ഈ കുട്ടി കേട്ടോണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച, നമ്മളൊക്കെ കുട്ടിക്കാലം ആ കാലം കഴിഞ്ഞു വന്നവരാണ്, നമ്മളെല്ലാം ഇത് കേട്ടതുമാണ്. അപ്പൊ ഈ അച്ഛനും അമ്മയും സമ്പാദിച്ച് ചെലവാക്കുന്ന പൈസയുടെ കണക്ക് അവരെ സമയം കിട്ടുമ്പോഴൊക്കെ ഈ കുട്ടിയുടെ തലയിലേക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടേയിരിക്കും. അപ്പൊ യവൻ ചിന്തിക്കുന്നതാണ്, ഈ കുട്ടി ചിന്തിക്കുന്നത് വളരെ ചെറുപ്പമാണ്, ശൈശവാവസ്ഥയാണ്, ഒന്നും അറിയില്ല, വിവേകമൊന്നുമില്ല. അവൻ ചിന്തിക്കുന്നത് എന്താണ്, അപ്പൊ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ പൈസയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ പൈസയാണ് എൻ്റെ പഠിത്തം, പൈസയാണ് എൻ്റെ ജീവിതം. അപ്പൊ എന്ത് വന്നാലും പൈസ വിടാൻ പാടില്ല. കാരണം ഈ അച്ഛനും അമ്മയും പറഞ്ഞ് പേടിപ്പിക്കുന്നത് ഞാൻ പൈസ ചെലവാക്കി എന്നുള്ളതാണല്ലോ. അപ്പൊ ഇതിങ്ങനെ നമ്മൾ അറിയാതെ നമ്മൾ പറയുന്നു, നമ്മൾ നമ്മുടെ പരാതി പറയുന്നു, നമ്മുടെ കഷ്ടപ്പാട് പറയുന്നു. അവൻ ഇത് അറിയാതെ കേൾക്കുന്നു. ഇതെല്ലാം അവന്റെ സബ് കോൺഷ്യസ് മനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ തലയിൽ കയറിയിരിക്കുകയാണ്. അതായത് ഇത് ചെയ്യണത് മുഴുവൻ വിദ്യാഭ്യാസത്തിനാണ്. നമ്മൾ ഒരിക്കൽ പോലും പറയുന്നില്ല നീ ഒരു നല്ല കുട്ടിയാവണം, നല്ല കുട്ടിയായിട്ട് വലുതായിട്ട് സമൂഹത്തിന് ഉപയോഗപ്പെടണം, സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യണം, നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, സമൂഹത്തിന് വേണ്ടി ജീവിക്കണം. അങ്ങനെ ആരെങ്കിലും പറയോ? ആരുമില്ല. അങ്ങനെ പറയുന്ന വളരെ ചുരുക്കം പേര്. 1-2 കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചില അച്ഛനമ്മമാര് ഇപ്പൊ ഈ ഇടയ്ക്കൊരു കഥ കേട്ടു, ഒരു സ്വാമിജിയുടെ കഥ. അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിനെ സന്യാസിയാക്കണമെന്ന രീതിയിലാണ് എല്ലാം ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ചതൊക്കെ. നോക്കുക, ഒരു അച്ഛൻ അദ്ദേഹത്തിന് സന്യാസിയാക്കണമെന്ന രീതിയിൽ പഠിപ്പിച്ചു. പക്ഷെ എന്തോ കാരണം കൊണ്ട് അദ്ദേഹത്തിന് സന്യാസിയാവാൻ പറ്റിയില്ല. അദ്ദേഹം ഒരു സാമൂഹ്യ സേവകനായി ഇങ്ങനെ ചില സോഷ്യൽ വർക്കൊക്കെ ചെയ്ത് ഇപ്പൊ അങ്ങനെ ജീവിക്കുന്നു. പക്ഷേ അച്ഛൻ ചെയ്തെന്നറിയാമോ? അദ്ദേഹം എന്നാണോ അദ്ദേഹം സന്യാസി ആവുന്നില്ല എന്ന് പറഞ്ഞ് സാമൂഹ്യ സേവകനായിട്ട് പോയത്, അന്ന് തൊട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് പറഞ്ഞത് ഇനി നീയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല. അയാളെ അപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. അയാളെ കണ്ട് അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്കതൊരു ആശ്ചര്യം തോന്നി, ഇന്ന് കാലത്തും അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ എന്ന്. അദ്ദേഹം പറഞ്ഞു, നീ സന്യാസി ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, നീ അതായില്ല, ഇനി നീ എന്തായാലും എനിക്ക് നോട്ട് ആപ്ലിക്കബിൾ ആണ്, നീ എന്തോ ആയിക്കോട്ടെ, ഞാൻ നിന്നെ സന്യാസിയാണെന്ന് പറഞ്ഞ് വിട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. പിന്നെ വേറൊരു ഡോക്ടർ, അത് മറ്റൊരു രീതിയിൽ പറയുമ്പോൾ, നമ്മുടെ ഉത്തരകാശിയിൽ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ആണ്.
അപ്പൊ അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം ഇപ്പൊ നമ്മളെ മഹാകുംഭമേള നടക്കുന്ന പ്രയാഗിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ പല വിഷയങ്ങൾ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞല്ല, എനിക്ക് MBBS പഠിക്കണം, ഡോക്ടർ ആവണമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്തിനാണ് നീ ഡോക്ടർ ആവുന്നത്? അത് സമൂഹത്തെ സേവിക്കാൻ. ഡോക്ടറായി കഴിഞ്ഞാൽ ആൾക്കാരെ പരിചരിക്കാം, സർവീസ് ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. അപ്പൊ അച്ഛൻ പറഞ്ഞു, എൻ്റെ അടുത്തുള്ള ധനം കൊണ്ട് ഞാൻ നിന്റെ ആഗ്രഹം സാധിക്കാം, പക്ഷെ നീ നല്ലൊരു ഡോക്ടർ ആവണം. ശരി, അങ്ങനെ ആവാമെന്ന് പറഞ്ഞ രീതിയിൽ അയാളെ പഠിപ്പിച്ചു. അയാൾ നന്നായിട്ട് പഠിച്ചു, MBBS പാസ്സായി, പിന്നെ MD എടുത്തു, അതിൽ സ്പെഷ്യലൈസേഷനൊക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞു, പഠിത്തം കഴിഞ്ഞ് തിരിച്ചു വന്നു. ആദ്യത്തെ അപ്പോയിൻമെന്റിന്റെ എന്താ പറയാ പേപ്പർ വന്നു. അപ്പൊ അച്ഛനെ കൊണ്ട് കാണിച്ചു, എനിക്ക് അപ്പോയിൻമെന്റ് ആയി, ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞത്, നീ അപ്പോയിൻമെന്റിനൊക്കെ പോണത് കൊള്ളാം, പക്ഷെ നീ എൻ്റെ അടുത്ത് പറഞ്ഞ വാക്കെന്താണ്? സമൂഹത്തെ സേവിക്കാനാണ് നീ ഡോക്ടർ ആവണം എന്നാ പറഞ്ഞത്. അതുകൊണ്ട് നീ ശമ്പളം വാങ്ങാൻ പാടില്ല, ഒരു രീതിയിലുള്ള പൈസ വാങ്ങാനും പാടില്ല. അങ്ങനെ നീ ഡോക്ടറായിട്ട്, കാരണം സമൂഹത്തെ സേവിക്കാനാണല്ലോ നീ പോണത്. അപ്പൊ പിന്നെ ശമ്പളം വാങ്ങരുത് എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ അടുത്തുള്ള സ്വത്തിന്റെ ഏറിയ ഭാഗവും ഞാൻ നിന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടിയിട്ട് തരുന്നുണ്ട്. അത് നീ ഉപയോഗിച്ച് നീ വിവാഹം കഴിച്ചോളൂ, ജീവിച്ചോളൂ, പക്ഷേ ഡോക്ടറായിട്ട് ചികിത്സ ചെയ്ത് ശമ്പളം വാങ്ങരുത്. ഇത് വളരെ സത്യമായിട്ടുള്ള സംഭവമാണ്. ഇന്നും അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹം ഇപ്പൊ സന്യാസം എടുത്ത് നമ്മുടെ ആശ്രമത്തിന്റെ താഴെ ഒരു ഹോസ്പിറ്റലിൽ സർവീസ് ചെയ്യുന്നുണ്ട്, അതായത് ഫ്രീ സർവീസ് ചെയ്യുന്നുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം വിദേശത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്തിട്ടുണ്ട്, പല NGOയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റിൽ പല ഉദ്യോഗങ്ങളിൽ ഇരുന്നിട്ടുണ്ട്, എവിടെ നിന്നും ശമ്പളം വാങ്ങിച്ചിട്ടില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ചിലവരുടെ ആ ഭാവന, ഇന്നും നമ്മുടെ ആ സംസ്കാരം, നമുക്ക് ഇത് കേൾക്കുമ്പോൾ വിശ്വാസം, ഞാൻ പലയിടത്തും ഇത് പറഞ്ഞിട്ട് വിശ്വാസമില്ല. അവസാനം ഞാൻ അദ്ദേഹത്തിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ എല്ലാവർക്കും കൊടുത്തു. ഈ ചോദിക്കുന്നത് നമ്മളെ പല ഡോക്ടർമാരുണ്ടേ, അപ്പൊ അവര് പരമാവധി പിഴിഞ്ഞു വാങ്ങുന്നവരാണ്. അപ്പൊ അവരുടെ ഞാൻ പറഞ്ഞു, ഇങ്ങനെയും ഡോക്ടർ ആവാം എന്ന് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചില്ല. ഇതൊക്കെ വെറുതെ സ്വാമിജി വെറുതെ കഥയിൽ സത്സംഗത്തിൽ പറയാൻ വേണ്ടി പറയുന്നതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഇതെല്ലാം കൊടുത്തു. ഇപ്പൊ അദ്ദേഹത്തിന് ബാംഗ്ലൂർ, എനിക്ക് തോന്നുന്നു അടുത്ത വർഷമായിട്ട് എന്തോ ഒരു അവാർഡൊക്കെ കൊടുക്കാനുള്ള പരിപാടി അവർ ചെയ്യുന്നുണ്ട്. വാസ്തവത്തില് അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ ഇദ്ദേഹം തൃപ്തനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടും അദ്ദേഹം ഉണ്ടായിട്ടില്ല. അദ്ദേഹം പരമാവധി സർവീസ്, ഇവിടെ ഒരു 4-5 വർഷം വയനാട്ടിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു NGOയ്ക്ക് വേണ്ടിയിട്ട്. വയനാട്ടിലുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു വയനാട്ടിൽ നമ്മുടെ വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ഉണ്ടല്ലോ, അതിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് കുറച്ച് മലയാളമൊക്കെ അറിയാം. അങ്ങനെയാണ് ഞാൻ ചോദിച്ചപ്പോഴേ പറഞ്ഞു, ഞാൻ വയനാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജീവിതം മുഴുവൻ ഈ ഒരു സർവീസിൽ. ഇപ്പൊ അവസാനം ഗംഗയുടെ കരയിൽ ശരീരം വെടിയണം. ഇപ്പൊ 70-75 വയസ്സായി. ഇപ്പോൾ ഉത്തരകാശിയിൽ വന്ന് അവിടെ ഒരു പ്രൈവറ്റ്, നമ്മുടെ ഒരു ആശ്രമത്തിന്റെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്ലിനിക്കൽ സർവീസ് ഉണ്ട് അവിടെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവിടെ വന്നു. അപ്പൊ അദ്ദേഹം വന്നതിന് ശേഷം അത് വളരെ വിപുലമായി, നമുക്കൊക്കെ സൗകര്യമായി, എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആൾക്കാർ ഓരോരുത്തർക്ക് ഡൊണേറ്റ് ചെയ്ത് അങ്ങനെ മെഷീനും സാധനങ്ങളൊക്കെ അവിടെ വന്നു. അങ്ങനെ വളരെ നന്നായിട്ട് ഇപ്പോൾ അത് നടക്കുന്നുണ്ട്. അദ്ദേഹം ജീവിതം മുഴുവൻ അവിടെ നിൽക്കണം. അപ്പോൾ വന്ന അവസാനത്തെ ആഗ്രഹം അദ്ദേഹം സന്യാസം എടുക്കണമെന്നായിരുന്നു. ഈ 4ാമത്തെ ഒരു ഇതെന്നുള്ള രീതിയിൽ സന്യാസം വേണമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഇപ്പോൾ സന്യാസ ദീക്ഷയൊക്കെ കഴിഞ്ഞ് അവിടെ സ്വാമിയായിട്ട് അവിടെ തന്നെ ഉണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ശരിക്കും നമ്മുടെ ആദ്യത്തെ ഈ ധർമ്മജ്ഞാനം എന്ന് പറയുന്ന ബ്രഹ്മചര്യ ആശ്രമത്തിന്റെ ഇതിൽ. ഇപ്പൊ ഇന്ന് നമുക്ക് മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ, ഇതിനൊരു വിപരീത ഇതിന്റെ ഒരു മറ്റൊരു വശം നമ്മൾ ചിന്തിച്ചാൽ, ഈ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് വലിയ വലിയ ഓഫീസേഴ്സൊക്കെ ആയി അവർ വന്ന് ഗവൺമെന്റിന്റെ ഉദ്യോഗത്തിലേക്ക് പ്രവേശിക്കും. എന്തിനാണ് എല്ലാവരും ഈ ഗവൺമെന്റ് ഉദ്യോഗത്തിൽ പ്രവേശിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അത് ഏറ്റവും കൂടുതൽ നമ്മളെ സൗത്തിലാണ് ഈ ഒരു ട്രെൻഡ് വളരെ എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ളത്. ജോലി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ജോലിയാണ്. അത് കേന്ദ്രത്തിൻ്റെയോ സർക്കാരിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ ആയിട്ടുള്ള ഗവൺമെന്റ് ജോലിയാണ് നമ്മൾ ജോലി എന്ന് പറയും. അതുകൊണ്ട് വേറെ ഒന്നും ജോലിയല്ല. ഗവൺമെന്റ് ജോലി ഇല്ലാത്ത ഒരാൾ ജോലി ഇല്ല അല്ലേ, അയാൾക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കാതെ അത് ജോലി ഇല്ലാത്ത ഒരാളെന്നാണ്. അയാൾ പ്രൈവറ്റ് ഉണ്ടെന്ന്, അത് പ്രൈവറ്റ് ഒക്കെ വളരെ താഴ്ന്ന ലെവലിലാണ്. പ്രൈവറ്റ് ജോലി ഇല്ലാത്തതുപോലെയാണ്, ഒരു താത്കാലികം എന്നുള്ളൊരു ഭാവന. എന്തിനാണ് ഈ ഗവൺമെന്റ് ജോലി എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ചോദിച്ചാൽ, അതിലാണ് നമ്മുടെ ഏറ്റവും എന്താ പറയാ ശരിയല്ലാത്ത എന്ന് പറയാം. അതിനിപ്പോൾ എനിക്ക് വേറൊരു മലയാളം വാക്ക് പറയാൻ അറിയില്ല. അങ്ങനെ ഒരു മനോഭാവന അതിലുള്ളത്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഗവൺമെന്റ് ജോലി പ്രവേശിച്ചു കഴിഞ്ഞാൽ എപ്പോൾ പ്രവേശിക്കുന്നു, അപ്പോയിന്റ്മെന്റ് കിട്ടുന്നുവോ
അന്ന് തൊട്ട് നമ്മൾ സുരക്ഷിതമാണ്. മരണം വരെ കഞ്ഞി കുടിക്കാനുള്ള വകയായി എന്നുള്ള ഭാവനയാണ്. എന്താണ്? ജോലി ചെയ്യുന്ന സമയത്തുള്ള ശമ്പളം കിട്ടും. ഓരോ പ്രാവശ്യവും നമ്മൾ ശമ്പളത്തിന് കൂട്ടി വാങ്ങാനുള്ള പരിപാടികളൊക്കെ നമുക്കുണ്ടല്ലോ. ഇപ്പം എന്താണ്, സമരവും മറ്റുമൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് വേണ്ടതുപോലെ അത് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം, പിന്നെ അത് കഴിയുമ്പോൾ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ പെൻഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അത് പ്രശ്നമൊന്നുമില്ല. ആരിനി എങ്ങനെ നോക്കിയില്ലെങ്കിലും നമുക്ക് പെൻഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് പുറത്തു പോകേണ്ടത് വാനപ്രസ്ഥവും സന്യാസവും ഒന്നും സ്വീകരിക്കേണ്ടി വരുന്നില്ല. അത് തന്നെ വാങ്ങി സുഖമായിട്ട് ജീവിക്കാം. അപ്പോൾ ഒരൊറ്റ അടിക്ക് നമ്മുടെ ജീവിതം വർഷങ്ങൾക്ക് വേണ്ടിയിട്ട് സുരക്ഷിതമാവുക, സേഫ്. നമ്മൾ ഇതുവരെ സാധിച്ചതെല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഗവൺമെന്റ് ജോലി, ഒരു ചെറിയ ജോലി, പിയൂണിന്റെ ജോലിയാണെങ്കിൽ കിട്ടിയാൽ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. ആ കുടുംബത്തിന് മുഴുവൻ സന്തോഷമാണ്. എന്താണ്? ജോലി കിട്ടി. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഗവൺമെന്റ് ജോലിയുടെ ഒരു പ്രശ്നം എന്താണെന്ന്? ഗവൺമെന്റ് ജോലി വാസ്തവത്തിൽ രണ്ടാമത്തെ അതിൻ്റെ ഒരു വശമാണ്. ഈ ഗവൺമെന്റ് ജോലി പ്രവേശിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ജോലി ചെയ്താൽ മതി. നമ്മൾ ജോലിയിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ പിന്നെ അറ്റൻഡൻസ് മറ്റേതൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് അറ്റൻഡൻസ് പോകണം. അല്ലെങ്കിൽ നമ്മൾ ജോലിയിൽ ഉണ്ടായിരിക്കണം. നമ്മളെ പേര് അവിടെ എന്താ പറയുക, മറ്റേ രജിസ്റ്ററിൽ ഉണ്ടായിരുന്നാൽ മാത്രം മതി. അവിടെ ജോലി ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി നമുക്ക് ചിന്തിക്കണ്ട, അതിൻ്റെ എന്താ പറയുക ക്വാണ്ടിറ്റി ചിന്തിക്കണ്ട, അതൊന്നും നമുക്ക് ചിന്തിക്കണ്ട. ഇനി എന്തെങ്കിലും അങ്ങനെ ചിന്തിക്കുന്ന ഒരു അവസരം വന്നാൽ നമുക്ക് സമരം ഉണ്ടാക്കാനുള്ള വലിയൊരു അവസരം ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ജോലിയിൽ പ്രവേശിച്ച് ഒരു സമരസമിതിയിൽ ചേരും. അത് ഞാൻ പാർട്ടിയൊന്നും പറയുന്നില്ല, കാരണം നമ്മൾ രാഷ്ട്രീയം സാധാരണ പറയാറില്ല. അതുകൊണ്ട് ഏത് പാർട്ടി ആവട്ടെ, എല്ലാവരുടെ പാർട്ടിക്കും അവരുടെ യൂണിയൻ ഒക്കെ ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു യൂണിയനിൽ നമ്മൾ ചേരും, അല്ലെങ്കിൽ നമ്മൾ ചേർക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. ആ സമരം ചെയ്യും. ഈ ജോലിയിൽ നമ്മൾ എന്തിനാണ് പ്രവേശിച്ചത്? നമ്മൾ ആ പദത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ട കർത്തവ്യങ്ങൾ എന്താണ്? ആ കർത്തവ്യം കൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്? അതിന്റെ റിഫ്ലക്ഷൻ എന്താണ്? അതിന്റെ ഫലങ്ങളുടെ പ്രതിഫലങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അതിന്റെ പ്രതിഫലനം എങ്ങനെയാണ് വരുന്നത്? ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നതിൽ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ബേജാറില്ല. സമയാസമയം ആവുമ്പോൾ നമുക്ക് പ്രൊമോഷൻ കിട്ടണം. പ്രൊമോഷൻ ഉദ്ദേശിക്കുന്ന പ്രൊമോഷൻ കൊണ്ടൊന്നല്ല, കൂടുതൽ കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടല്ല. പൈസ കൂടുതൽ കിട്ടും, പിന്നെ നമുക്ക് സ്റ്റാറ്റസ് കൂടും. ഇപ്പൊ നമ്മളെ പ്രൊമോഷൻ എന്നുള്ള അതാണ് പ്രൊമോഷൻ. ഇത് ഞാൻ വെറുതെ പറയല്ല. ഞാൻ കുറെ പേരെടുത്ത് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് സംസാരിച്ചിട്ട് ഈവൺ മെഡിക്കൽ സർവീസിൽ ചെയ്യുന്ന ആൾക്കാർ പോലും, ഏത് ഡിപ്പാർട്ട്മെന്റ്, ഏത് വിഭാഗം നമ്മൾ നോക്കിയാൽ എല്ലാവരുടെയും അൾട്ടിമേറ്റ് സൈക്കോളജി ഇതാണ്. നമ്മുടെ കാര്യം നടന്നാൽ പോലെയല്ല, ബാക്കി ഇപ്പൊ നമ്മൾ എന്താ നോക്കണം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യും. അപ്പോ പണി അങ്ങനെയായി. പിന്നെന്താണ് എന്താ മൂന്നാമത്തെ ഒരു വശം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോ പഠിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മുടെ ബുദ്ധിയൊക്കെ നല്ല തെളിഞ്ഞു നിൽക്കുന്നൊരവസ്ഥ, ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല ആക്റ്റീവായിട്ട് യുവാവസ്ഥയിൽ നല്ല ഇതായിരിക്കുന്നൊരവസ്ഥ. ആ സമയത്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇൻ ഹൈ ലെവൽ ആയിരിക്കണം. ഏറ്റവും കൂടുതൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉള്ള സമയമാണ് നമ്മൾ ഈ പഠിച്ച് തയ്യാറായി പുറത്തിറങ്ങുന്ന സമയം. അതായത് ആ സമയം തുടങ്ങി 25 വയസ്സെന്നുള്ളൊരു സാമാന്യ വയസ്സ് വയ്ക്കുക. ഈ 25 വയസ്സ് മുതൽ ഇനിയുള്ള 25 വർഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ എല്ലാ അവയവങ്ങളും എന്താണ് ഫിസിയോളജിക്കലിയും സൈക്കോളജിക്കലിയും എല്ലാ രീതിയിലും ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ക്രിയേറ്റിവിറ്റി, ആ മനുഷ്യന്റെ യഥാർത്ഥ ക്രിയേറ്റിവിറ്റി ഈ 25 വർഷത്തിലാണ് പുറത്ത് വരേണ്ടത്. പക്ഷേ ഗവൺമെന്റ് ജോലി കയറി കഴിഞ്ഞാൽ ഒരു ഓഫീസിൽ ചെന്നിരിക്കുന്നു, അയാളുടെ അടുത്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഫയലിലാണെങ്കിൽ ഫയലിന്റെ കാര്യം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതാണെങ്കിൽ പഠിപ്പിക്കുന്നതിന്റെ വിഷയങ്ങൾ, ഇതെന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അത് വരുന്നു, കൃത്യമായിട്ട് ആ ഫയലുകൾ നോക്കുന്നു, അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് 5 വർഷം 10 വർഷമൊക്കെ ഒരേ സ്ഥാനത്തിരുന്നാൽ അവിടെ തന്നെ ഉണ്ടാവും. അത് തന്നെ ദിവസവും ചെയ്തുകൊണ്ടേയിരിക്കും. അത്രയും ചെയ്താൽ മതി, ജോലിയായി, ഭക്ഷണം കഴിക്കുന്നു, തിരിച്ചു വരുന്നു. ഈ മനുഷ്യന്റെ യഥാർത്ഥമായ ക്രിയേറ്റിവിറ്റി മുഴുവൻ മുരടിച്ചു പോകും. അവിടെ ഒന്നും ക്രിയേറ്റിവിറ്റി ഒന്നും ഇല്ലല്ലോ, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയും കൂടെ ഉണ്ട്. അല്ലാതെ നിങ്ങൾ ആ പോസ്റ്റിൽ പോയിരുന്നിട്ട് നിങ്ങളൊരു പുതിയൊരു എന്താ പറയുക റെവല്യൂഷൻ അവിടെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അപ്പൊ പ്രശ്നമായി. അപ്പൊ പിന്നെ പുറത്താക്കും, അല്ല ഒന്നീ പാർട്ടിക്കാർ പുറത്താക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ പുറത്താക്കും, എന്തെങ്കിലും ആവും. അവിടെ ക്രിയേറ്റിവിറ്റി ഒന്നും വേണ്ട, നമുക്കൊരു ഇമ്പ്രൂവ്മെന്റേ വേണ്ട.
എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ പിന്നെ 1-ാം ക്ലാസ്സിൽ പഠിച്ച് എന്താണ് ആ ഈ എന്ന് എഴുതിയതുപോലെ അതുപോലെ തന്നെ ഒപ്പിട്ടുകൊണ്ടിരിക്കുക, വായിക്കുക, ഒപ്പിടുക, വായിക്കുക, ഒപ്പിടുക, അതിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് അത് കുറേ ചെയ്ത് കഴിയുമ്പോൾ തളരും. കാരണം ഒരേ കാര്യം നിരന്തരം ചെയ്തുകൊണ്ടുവരും മനസ്സിനൊരു പ്രശ്നം ഉണ്ടാവും. കാരണം ഈ ബ്രെയിനിന്റെ വേവ്സ് അങ്ങനെയാണ്. ഒരേ സാധനം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബോറടിക്കും. അതൊന്നും പ്രശ്നമല്ല. കാരണം നമുക്ക് ഇതൊന്നും അല്ലല്ലോ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം എന്താണ്? ഈ മാസം തോറും കിട്ടുന്നത് വ്യവസ്ഥിതമാക്കിയിട്ട് ഉപയോഗിക്കുക, അതിന്റെ ബാക്കി പരിപാടികൾ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അങ്ങനെ നമ്മുടെ ശരിക്കുള്ള ക്രിയേറ്റിവിറ്റി, നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഈ ഗവൺമെന്റ് ഉദ്യോഗത്തോടു കൂടി പോകും. അതിൽ ചില സ്പെഷ്യൽ കേസസ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു സാമാന്യ രീതിയിലാണ് പറയുന്നത്. ചില കേസസ് ഉണ്ട്, അവിടെ ചിലപ്പോൾ ആർക്കിടെക്റ്റോ അങ്ങനെയൊക്കെ രീതിയിലാവണമെങ്കിൽ അവരുടെ രീതിയിലുള്ള ചില ക്രിയേറ്റിവിറ്റി ഒക്കെ ചെയ്യാം. പക്ഷെ എവിടെയും സ്വാതന്ത്ര്യമില്ല. ക്രിയേറ്റിവിറ്റി ആപ്ലിക്കബിൾ ആവുന്നത് സ്വാതന്ത്ര്യമുള്ളപ്പോഴാണ്. ബുദ്ധിക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഇല്ല. ഇപ്പൊ ഞാനിവിടെ പ്രഭാഷണം ചെയ്യാൻ വന്നു, നിങ്ങൾ പറയുകയാണ് സ്വാമിജി ഇന്ന ഇന്ന വാക്കുകളെ പറയാൻ പാടുള്ളൂ, ഇന്ന ഇന്ന കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ, ഇതിനപ്പുറത്തും പറയരുത്, ഇതിനിപ്പുറത്തും പറയില്ല. അങ്ങനെ ചില സ്ഥലത്തുണ്ട്. നമ്മളിപ്പോൾ ചില യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം അവർ നമ്മുടെ സ്പീച്ച് എന്താണെന്ന് എഴുതി വാങ്ങും. ഈ പോയിന്റുകളെ പറയാൻ പാടുള്ളൂ, അങ്ങനെ പറയാറുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ പറയും, അതിനുള്ള നമ്മൾ നോട്ട് ഉണ്ടാക്കി വെക്കും, അത് തന്നെ വായിക്കും, പഠിക്കും, അല്ലെങ്കിൽ പറയും. അപ്പൊ എന്താണ് നമുക്കൊരു പുതിയ ചിന്ത, പുതിയ ക്രിയേഷൻ എന്ന് പറയുന്നത് അതിവിടെ ഇല്ല. ഇത് 3-ാമത്തെ പോയിന്റ്. 4-ാമത്തെ പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതാണ് മുഖ്യമായിട്ടുള്ള പോയിന്റ്. അതെന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ധർമാചരണത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ മുഖ്യമായ ഘടകം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടി ജീവിക്കുന്നതോടൊപ്പം നമ്മുടെ ഈ ജീവിതം കൊണ്ട് സമൂഹത്തിനും ഭാവി തലമുറയ്ക്കും ഒരു പെർമനന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നമുക്ക് ചെയ്യാൻ കഴിയും. അതാണ് നമ്മുടെ ഒരു ശക്തി. നമുക്ക് എല്ലാവർക്കും ആ ഉള്ളിലൊരു ഭാവനയുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യണം എന്നുള്ള ചിലപ്പോൾ ഭാവന വരും. പക്ഷേ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഇതിങ്ങനെയുള്ളതിലൊക്കെ ഇരിക്കുന്നവരുടെ പ്രശ്നം എന്ന് പറയാം, ഇതൊന്നും അവർക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഒരു എഞ്ചിനീയർ ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് കോൺട്രാക്ടർ ആവട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരും ആവട്ടെ, അവർ ചെയ്യുന്ന ഏത് മേഖലയിൽ, ഞാനിപ്പോൾ ഗവൺമെന്റിന്റെ ഒരു മേഖലയൊന്നും എടുക്കുന്നത്, കാരണം ഇപ്പോൾ ഇവിടെ അല്ലാത്തവരിക്കുമ്പോൾ അവർക്ക് തോന്നും എന്താണ് നമ്മുടെ മേഖല, അല്ലെങ്കിൽ എൻ്റെ മേഖലയെ കുറിച്ച് മാത്രം സംസാരിച്ചു എന്നല്ല. ഏത് മേഖല എടുത്താലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവര് അങ്ങനെ ഒന്നും ഭാവിയെക്കുറിച്ച് ചിന്തിച്ചേ അല്ല ചെയ്യുന്നത്. ഒരു ഗവൺമെന്റ് കോൺട്രാക്ടർ ആണ്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആണ്, ഒരു റോഡ് ഉണ്ടാക്കണം, ഒരു പാലം ഉണ്ടാക്കണം എന്നറിയാം. നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരുപാട് പാലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ഓവർ ബ്രിഡ്ജസ്. ഇത് ശരിക്കും ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? പൈസ ആരുടെയാണ്? പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മൾ ജനാധിപത്യം എന്നാണ് പറയുന്നത്. ഏകാധിപത്യം രാജഭരണം ഉണ്ടായിരുന്ന കാലത്ത് ഇത് തന്നെയായിരുന്നു സ്ഥിതി. രാജാവ് ഒരാള് ഭരിക്കുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാജാവിന്റെ പ്രീതി എപ്പോഴും ജനപ്രീതിയായിരുന്നു. അങ്ങനെയാണ് എന്റെ വ്യവസ്ഥ. ജനപ്രീതി ഇല്ലാത്ത ഒരു രാജാവിന് കൂടുതൽ കാലം വാഴാൻ കഴിയില്ല. അപ്പോ അത് അന്നും ആ ഒരു രീതിയിൽ ജനാധിപത്യമായിരുന്നു. പക്ഷെ ഒരു കുടുംബമോ ഒരു രാജാവിന്റെ പരമ്പരയോ അങ്ങനെ നോക്കുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന്റെ പ്രാക്ടിക്കൽ വശം നോക്കുമ്പോൾ ജനപ്രീതി സമ്പാദിക്കുക എന്നുള്ളതാണ് രാജാവിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് അയാൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇന്നിപ്പോ ഒരു പാലം ഉണ്ടാക്കുകയോ ഒരു റോഡ് ഉണ്ടാക്കുകയോ അതിനുള്ള ഒരു ചാൻസ് അത് എവിടെ നിന്ന് വരുന്നു? ആ ഒരു ഡിപ്പാർട്ട്മെന്റാണ്. ഇപ്പൊ PW എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്കുണ്ട്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റിൻ്റെതാണ്. അതിന് അവർ പിന്നെ കോൺട്രാക്ട് ബേസിൽ കോൺട്രാക്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അതിലൊരു എഞ്ചിനീയർ ഉണ്ടാവും, പല തലത്തിലുള്ള ചീഫ് എഞ്ചിനീയേഴ്സ്, പിന്നെ എന്താ പറയുക സൈറ്റ് എഞ്ചിനീയേഴ്സ്, ഇങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടാവും. അവരെല്ലാവരും ചേർന്ന് ഈ പൈസ ഉപയോഗിച്ച് ചെയ്യുന്നു. ഈ പൈസ എവിടെ നിന്ന് വന്നു? നമ്മുടെ തന്നെ ടാക്സ് കൊടുത്ത പൈസ, നമ്മൾ തന്നെ മറ്റൊരു രീതിയിൽ ബില്ലടച്ച പൈസയാണ് മറ്റൊരു രീതിയിൽ ഗവൺമെന്റ് പൈസയായിട്ട് റോഡിലേക്ക് വരുന്നത്. അതാണ് അവർ ഉപയോഗിക്കുന്നത്. ഇത് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ വണ്ടിയും അതിൽ ഓടിക്കണം, നമ്മുടെ വരുന്ന തലമുറയുടെ വണ്ടിയും അതിൽ ഓടിക്കണം, നമ്മുടെ ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും ഒക്കെ ഓടിക്കണം, നമ്മുടെ പാർട്ടിക്കാരുടെ വണ്ടിയും എല്ലാം അതിൽ കൂടെ തന്നെയാണ് ഓടാൻ പോകുന്നത്. പിന്നെ മറ്റു പാർട്ടിക്കാരുടെ വിരോധം ഉണ്ടെന്ന് വെച്ചുകൊണ്ട് വിട്ടോളൂ. ഏതായാലും ഇതെല്ലാവരുടെയും വണ്ടിയും ഇതെല്ലാം കൂടെ അതിൽ കൂടെ തന്നെയാണ് ഓടേണ്ടത്. അത് സൗകര്യമായിട്ട് ഓടിക്കണം എന്ന് നമ്മളെപ്പോഴും ആശിക്കുകയും ചെയ്യും. നമ്മളെ മക്കളെ ഏതെങ്കിലും കുണ്ടിൽ വീണ് ആക്സിഡന്റ് ഉണ്ടായി എന്ന് കേൾക്കാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പാലം തകർന്ന് വീണു, അല്ലെങ്കിൽ പിന്നെ കട്ടറിൽ വീണു തലപൊട്ടി എന്നൊന്നും കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത് ചെയ്യാൻ അവസരം കിട്ടിയാൽ അയാൾ എന്താ ചെയ്യുക? അതിൽ നിന്ന് കിട്ടുന്നതിന്റെ പൈസയുടെ ഒരു 30%ഓ 35%ഓ അത് അവിടെ തന്നെ
കൈക്കൂലിയും തിരിമറിയും മറ്റ് അതിൻ്റെ പേപ്പർ വർക്കും ഒക്കെ ആയിട്ട് അവിടെ തന്നെ പോകും. അവർ 100 രൂപയാണ് ആണെങ്കിൽ 100 രൂപയുടെ 35 രൂപ അങ്ങനെ പോയി. ബാക്കിയുള്ള പൈസയിൽ അയാൾ എന്തൊക്കെ ചെയ്യണം? ഈ പണിയും ചെയ്യണം, ഇയാളുടെ സമ്പാദ്യവും അതിനുള്ള ലാഭവും എടുക്കണം. ഇത്രയും എടുത്ത് ഇത് പ്രാവർത്തികമായി റോഡായിട്ട് വരുമ്പോൾ നമുക്കറിയാം അതിനെന്താ സംഭവിക്കുന്നത്. ആ റോഡല്ലാണ്ടാവും. ഇത് ആർക്കും ഉപയോഗമില്ലാത്തൊരു സാധനമായി മാറും. അപ്പൊ എന്തൊക്കെയാണ് പാപം ചെയ്തെന്ന് നോക്കാം. ഒന്ന്, ആൾക്കാർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ ടാക്സ് കൊടുത്ത് അത് ഗവൺമെന്റിന്റെ രീതിയിൽ വന്ന പൈസയെ മിസ്യൂസ് ചെയ്തു. രണ്ടാമത്, ആ ഉപയോഗിക്കപ്പെടേണ്ട പൈസയെ മുഴുവൻ വീതിച്ച് സ്വാർത്ഥമായിട്ടെടുത്തു. ഈ സാധനം ഈ റോഡ് ഉണ്ടാക്കുന്നതും പാലം ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഈ വ്യവസ്ഥ ചെയ്യുന്ന ഓരോന്നിനും ഒരു വ്യവസ്ഥ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത് നമുക്ക് വേണ്ടിയിട്ടാണ്, സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ സമൂഹത്തിൽ സമൂഹത്തിൽ കിട്ടേണ്ട അതിനെ മുഴുവൻ ചൂഷണം ചെയ്ത് തട്ടിപ്പ് നടത്തി അത് മുഴുവൻ നമ്മുടെ അധികധനമായിട്ടാണ്. അതായത് അയാൾ എഞ്ചിനീയറോ മറ്റോ ആണെങ്കിൽ അയാൾക്ക് കിട്ടേണ്ട ശമ്പളം കിട്ടുന്നുണ്ട്, റെഗുലർ ആയിട്ട് കിട്ടുന്നുണ്ട്, ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഇതിൽ കൂടുതലായിട്ട് അതിനെ എടുക്കുന്നു. ഇതെവിടെയാണ് നമ്മൾ പഠിക്കുന്നത്? ഈ ഒരു പരിപാടി ഇങ്ങനെ ഒരു സംഗതി ചെയ്യാൻ എവിടെയാ പഠിപ്പിക്കുന്നത്? ആരാ ഇത് പഠിപ്പിക്കുന്നത്? നമ്മൾ ഏതെങ്കിലും സ്കൂളിലോ കോളേജിലോ ഏതെങ്കിലും കാരിക്കുലമിൽ ഇത് എഴുതി പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഇപ്പോൾ പല ടീച്ചർമാരും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഞാൻ പഠിച്ച സ്കൂളിലും പാഠത്തിലൊന്നും അത് ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. ഇത് എങ്ങനെയാണ്, ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വിധികൾ എങ്ങനെയാണെന്ന് പഠിച്ചിട്ടില്ല. പക്ഷേ ഈ ചെറുപ്പക്കാരൻ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ, ജോലി കിട്ടിക്കഴിയുമ്പോൾ ഇയാൾ ഇതാണ് ചെയ്യുന്നത്. അത് ഏറ്റവും വലിയ പദങ്ങളിരിക്കുന്നത്. ഏത് IAS IPS ഏത് തലത്തിലാവട്ടെ, ഏത് പദം എന്നുള്ളത് അവിടെ വിഷയമല്ല. അത് അവർ കൂടുതൽ ക്ലാസിക്കലായിട്ട് ചെയ്യുക, വളരെ സ്മാർട്ടായിട്ട് ചെയ്യും. വലിയ വലിയ ആൾക്കാരാണെങ്കിൽ അവർക്ക് കൂടുതൽ വ്യവസ്ഥയുണ്ടല്ലോ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ. ഇതെവിടെയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു രഹസ്യം. ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇത് ആരും പഠിപ്പിക്കുന്നില്ല. നേരെ തിരിച്ചത് പാടില്ല എന്നാ പറയുന്നത്. എല്ലാവരും അങ്ങനെയാ പറയുന്നത്. പക്ഷെ ഇത് ചെയ്യുന്നു. ഇത് പഠിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ തന്നെയാണ് ഇത് പഠിക്കുന്നത്. കാരണം അതുവരെ 20 വർഷത്തോളം അയാൾ അവിടെ ആയിരുന്നല്ലോ, വിദ്യാഭ്യാസത്തിലായിരുന്നു. വിദ്യാഭ്യാസമാണ് ചെയ്തുകൊണ്ടിരുന്നത്. വേറെ എവിടെയും പഠിപ്പിക്കാനുള്ള, കാരണം 3.5 വയസ്സായപ്പോൾ നമ്മൾ പറഞ്ഞു വിട്ടില്ലേ സ്കൂളിലേക്ക്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ എവിടെ പഠിക്കാൻ സമയം ഇയാൾ? വേറൊന്നും പഠിക്കാൻ പോയിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ വിദ്യാഭ്യാസത്തിൽ തന്നെയാണുള്ളത്. പക്ഷെ വിദ്യാഭ്യാസത്തിൽ നമ്മളെ കാരിക്കുലമിൽ നമ്മുടെ പുസ്തകത്തിൽ എവിടെയും ഇങ്ങനെ ഒരു പാഠം പഠിപ്പിച്ചിട്ടില്ല. ഒരു അധ്യാപികയോ അത് പഠിപ്പിച്ചിട്ടുമില്ല. അപ്പൊ എങ്ങനെ പഠിച്ചു ഇയാൾ? അതാണ് ചിന്തിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ധർമ്മത്തെ മിസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് സംസാരിച്ചത് ആ ധർമ്മത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ്. ധർമ്മത്തെ നമ്മൾ മിസ് ചെയ്യുന്നത് അവിടെയാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ കുട്ടിയെ പഠിപ്പിക്കാൻ വിട്ട അച്ഛനമ്മമാര് ദിവസവും ഇയാളുടെ തലയിൽ പറഞ്ഞു കേൾപ്പിക്കുന്ന കാര്യം പറഞ്ഞു. ഇത് ഇയാളുടെ സൈക്കോളജിയിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇയാൾ ഈ പദത്തിൽ വന്നു കഴിയുമ്പോൾ അയാൾ ആദ്യം ആലോചിക്കുക, ഞാൻ എത്ര പൈസ ചെലവാക്കിയാണ് ഇവിടെ എത്തിയത്, എത്ര ഇന്റർവ്യൂ ഞാൻ ചെയ്തു, എത്രയെല്ലാം ബുദ്ധിമുട്ട് ഞാൻ സഹിച്ചു, ഇതിനൊക്കെ എത്ര ചെലവായി, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ഇതെല്ലാം നികത്തണം. അച്ഛനും അമ്മയും ഇതിനിടയ്ക്ക് ഒരു ലോഡ് ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഇനി അയാൾ വിവാഹിതനാണെങ്കിൽ ഭാര്യയും മക്കളും തന്നെ വീണ്ടും ഒരു ലോഡ് ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഇതെല്ലാം കൂടി ഒരു വലിയ ബർഡനുമായിട്ടാണ് ഇയാൾ ഈ ഓഫീസിലേക്ക് പോസ്റ്റിൽ പോയി ഇരിക്കുന്നത്. അപ്പൊ അയാൾ അപ്പം തന്നെ ആലോചിക്കും, ഏത് രീതിയിൽ പൈസ മുന്നിലേക്ക് വന്നാലും അയാൾക്ക് കാണാൻ കഴിയുക ഇതിൽ നിന്ന് എത്ര എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ്. അല്ല എത്ര സമൂഹത്തിന് വേണ്ടി നല്ലതായിട്ട് ഉപയോഗിക്കാം എന്നതല്ല, എത്ര എൻ്റെ പോക്കറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് എൻ്റെ അടുത്ത് വളരെ നല്ല പദങ്ങളിൽ ഇരിക്കുന്ന ഓഫീസേഴ്സ് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അവരാദ്യം ഫണ്ട് വരണമെന്ന് അറിയുമ്പോൾ തന്നെ അവിടെ പ്ലാനിങ് തുടങ്ങും. എങ്ങനെയൊക്കെയാണ് പോവേണ്ടത്, ആരെ അതിന് കോൺട്രാക്ടർ ആക്കണം, ആരെ ആക്കിയാൽ നമുക്ക് എത്ര ഇതിൽ നിന്ന് കിട്ടും, ഇത് എങ്ങനെ നമുക്ക് മറച്ചു വെക്കാം, എങ്ങനെ തിരിച്ചു വെക്കാം എന്നുള്ളതാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഇത് സത്യമായ കാര്യമാണ്. നിങ്ങളൊക്കെ പല ഓഫീസിലും വർക്ക് ചെയ്തുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് പിന്നെ തെളിവൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് സംഭവിക്കുന്നത്. ഇത് എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ജീവിത ആചാരത്തിലെ, നമ്മുടെ സമൂഹത്തിലെ നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുള്ള സാധനം. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. ഈശ്വര വിശ്വാസം ഇല്ലാത്തതിന്റെ ആദ്യത്തെ പ്രശ്നം ഇതാണ്.
നമ്മൾ ഈശ്വരനെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ സഹായിക്കുന്ന ഈശ്വരനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ തിരുമറിയൊക്കെ ചെയ്തു കഴിഞ്ഞ് പിടിക്കപ്പെടാൻ പാടില്ല. പിടിക്കപ്പെട്ടാൽ പിന്നെ അത് ഈശ്വരന്റെ ദോഷമാണ്. ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പിടിക്കപ്പെട്ടല്ലോ. ഈശ്വരൻ നല്ലവനാണെങ്കിൽ പിടിക്കപ്പെടും. ഈശ്വരൻ നിങ്ങളെ സഹായിക്കുന്നില്ലെങ്കിൽ പിടിക്കപ്പെടില്ല. അവിടെയാണ് ഈ ധർമ്മവും ഈശ്വര വിശ്വാസവും ആസ്തികതയും ഒക്കെ സഹായിക്കുന്നത്. ഇനി ഇതിന് ഒരു പോംവഴിയില്ല. ഇതിന് എന്ത് പോംവഴി നമ്മൾ വെച്ചാൽ ഒരു പോംവഴിയില്ല. ആകെ കൂടെ ഉള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് ഏകാധിപത്യം വരിക, തെറ്റ് ചെയ്യുന്നവരെ അപ്പൊ തന്നെ ഇല്ലാണ്ടാക്കുക. ഇതല്ലാണ്ട് ഇനി ഒരു സഹസ്രാബ്ദം കഴിഞ്ഞാലും ഈ സൈക്കോളജി മാറില്ല. കാരണം ഇതെല്ലാം നമ്മുടെ ബേസിക് സൈക്കോളജിയിൽ വന്നു. എനിക്ക് തോന്നുന്നു ഈ ഇത്രയും കാലം കൊണ്ട് ഇത് DNA തന്നെ പ്രവേശിച്ചിട്ടുണ്ടാവും. ഇനി വരുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായി തന്നെ ഇതിലൊരു ടാലന്റ് ഉണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, അല്ലേ? അങ്ങനെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ അവിടെയാണ് ഈ ധർമ്മത്തിന്റെ ഭീതി, ധർമ്മത്തിന്റെ ഭയം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ സംരക്ഷണമാണ്. നമുക്ക് നിയമത്തിന്റെ ഭയമുണ്ട്. നിയമത്തിന്റെ ഭയം എന്തിനാണ്? നമ്മൾ ആരെയും ഭയക്കുന്നില്ല, പക്ഷെ നിയമത്തെ ഭയക്കുന്നു. എന്തിനു ഭയക്കുന്നു? നിയമത്തിന്റെ ഭയം എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ്. അത് അങ്ങനെ ഇല്ലെങ്കിൽ സമൂഹം നിലനിൽക്കില്ല. സമൂഹത്തിൽ ആർക്കും സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. ആ നിയമഭയമാണ് നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുന്നത്. അല്ലെങ്കിൽ സമൂഹത്തിന്റെ ജീവിത സംരക്ഷണം എന്ന് പറയുന്നത് അതാണ് ഇവിടെ ധർമ്മശബ്ദം കൊണ്ട് ഈ വ്യവസ്ഥയെ പറയാനുള്ള കാരണം. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ തുടക്കം, അതിന്റെ മാറ്റങ്ങൾ. വിദ്യാഭ്യാസത്തിന് ഒരു തെറ്റുമില്ല. വിദ്യ എപ്പോഴും ശുദ്ധയാണ്. വിദ്യ എന്ന് പറയുന്നത് സാത്വികയാണ്, ശുദ്ധയാണ്. വിദ്യയിൽ ഒരിക്കലും കളങ്കമില്ല. പക്ഷേ വിദ്യ ഉപയോഗിക്കുന്നവരിൽ ഈ പറയുന്ന ധാർമ്മിക ബോധവും അല്ലെങ്കിൽ സമൂഹത്തോടുള്ള ഒരു കടപ്പാടും മറ്റും ഇല്ലെങ്കിൽ അതുണ്ടാവില്ല. അപ്പൊ ഇതിനായിരുന്നു നമ്മുടെ ഗുരുകുലങ്ങളില് വിദ്യാഭ്യാസ രീതി അങ്ങനെ ഒരു ചിട്ടയിൽ വച്ചിരുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. പക്ഷേ സമയം കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ തുടർന്ന് നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത, അതായത് ഇപ്പൊ ഗൃഹസ്ഥാശ്രമം ബേസ് ചെയ്തിട്ടുള്ള ഒരു ആചാര രീതിയുടെ പിന്നെ വിവാഹവും ബാക്കി കാര്യങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നാളെ സംസാരിക്കുന്നതായിരിക്കും. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.